നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. അസാധാരണം, വിവേചനപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നടപടിയാണ് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാർച്ച് 15 ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിവിധ മുസ്ലിം രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചത്. ചൈന അതിനെ പിന്തുണച്ചു എന്നത് ഒരു വിരോധാഭാസം തന്നെയാണ്. വാസ്തവത്തിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്തു കൂട്ടുന്ന മനുഷ്യത്വരഹിതമായ ക്രൂരതയുടെയും ക്രൂരമായ പ്രവർത്തികളുടെയും ഒരു ബൈ പ്രോഡക്റ്റ് അല്ലേ ഈ ഇസ്ലാമോഫോബിയ? ഇസ്ലാമിക തീവ്രവാദത്തെ തള്ളിപ്പറയാതെ, അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാതെ ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനം പ്രഖ്യാപിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊയ്മുഖം ഐക്യരാഷ്ട്രസഭ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ തിരിച്ചറിയാതെ പോകുന്നു എന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. 2019 ശ്രീലങ്കയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിന് ഇരയായി പെടഞ്ഞു മരിച്ചപ്പോഴും, ലിബിയയുടെ കടൽ തീരത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് 21 കോപ്റ്റിക് ക്രൈസ്തവരെ തലയെറുത്തുകൊന്ന് ലിബിയൻ കടലിനെ രക്തവർണമാക്കിയപ്പോഴും, നൈജീരിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ബോക്കോ ഹറാമും ഫുലാനി തീവ്രവാദികളും ക്രൈസ്തവരെ കൊന്നടുക്കുമ്പോഴും, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഹൈന്ദവരെയും സിഖ് മതക്കാരെയും ബുദ്ധമതക്കാരെയും ഒക്കെ ഇസ്ലാമിക തീവ്രവാദികൾ അവരുടെ ക്രൂരതയ്ക്ക് ഇരയാക്കുമ്പോഴും, യൂറോപ്യൻ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി വരുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ അഴിഞ്ഞാട്ടം നടത്തുമ്പോഴും അതിനെതിരെ പലപ്പോഴും വേണ്ട രീതിയിൽ പ്രതികരിക്കാത്തവരാണ് ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനമായി മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഷെക്കീന ചർച്ച ചെയ്യുന്നു, ഇസ്ലാമോഫോബിയ വളർത്തുന്നത് ആരാണ്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു BJP വക്താവ് ശ്രീ ജോർജ് കുര്യൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ അനിൽകുമാർ അയ്യപ്പൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജോർജ് കുര്യൻ, മാർച്ച് 15 ഐക്യരാഷ്ട്രസഭ ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നുള്ള UN പ്രതിനിധി വളരെ ശക്തമായ ഭാഷയിൽ അതിനെതിരെ അപലപിക്കുന്നു. ഈ ഐക്യരാഷ്ട്രസഭ, ആ പേരിൽ തന്നെയുള്ള ആ ഐക്യത്തിന് ഒരു വെല്ലുവിളിയല്ലേ ഈ UN ഒരു പ്രഖ്യാപനം? അതോടൊപ്പം തന്നെ നമുക്കറിയാം, UN വിവിധങ്ങളായ അന്താരാഷ്ട്ര ദിനങ്ങൾ ആചരിക്കുന്നുണ്ട്. ലോക വനിതാ ദിനം, ലോക സമാധാന ദിനം, ലോക ജലദിനം, അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ദിനം. ഇതുപോലെയൊക്കെ ലോകരാജ്യങ്ങളെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ആഗോള പ്രശ്നമാണോ ഈ ഇസ്ലാമോഫോബിയ എന്നത്? ശ്രീ ജോർജ് കുര്യൻ. ഐക്യരാഷ്ട്രസഭ ഈ അന്താരാഷ്ട്ര ഭീകരവാദത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വികാരം, അതാണല്ലോ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ആണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന്റെ വിചിത്രമായിട്ടുള്ള കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ മുസ്ലിം ഭയമുള്ളവര് ചൈനക്കാരാണ്. ഉയ്ഘുർ വംശത്തിൽപ്പെട്ട 30 ലക്ഷത്തോളം മുസ്ലിംസിനെ ഭയപ്പെട്ടിട്ട് അവർ ജയിലിലടച്ചിരിക്കുക. കാരണം അവര് മറ്റ് ജനാധിപത്യ രാജ്യങ്ങളെ പോലെ അതിനെ നേരിടാനൊന്നും അവർ തയ്യാറല്ല. അവരെ പിടിച്ച് ജയിലിലടച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യം അതിനെ സഹായിക്കുന്നു, അല്ലെ സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. പക്ഷെ ഈ ഐക്യരാഷ്ട്രസഭയുടെ സ്വഭാവം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു മാർക്കറ്റിംഗ് ആണ്. കാരണം ഐക്യരാഷ്ട്രസഭയിലെ ഈ രാജ്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫോബിയ വളർത്തുന്നത്. അവര് തന്നെ അതിനെപ്പറ്റി ഒരു ദിവസം ഉണ്ടാക്കുക, അതിനെ കൂടുതൽ ശക്തമാക്കുക, അങ്ങനെ ഭീകരവാദത്തെ വളർത്തുക, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് ആയുധം അല്ലെങ്കിൽ സമരം, യുദ്ധം ഉണ്ടാകുക, സായുധ പോരാട്ടം ഉണ്ടാകുക. ഈ ഐക്യരാഷ്ട്രസഭയുടെ രാജ്യങ്ങൾ, അതിനെ ഈ താങ്ങി നിർത്തുന്ന രാജ്യങ്ങൾ അവിടെയല്ല ഇത് വിൽക്കുക, ആയുധങ്ങൾ വിൽക്കുക, അവർക്ക് സ്വത്തുണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ സമയത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭീകരവാദം പോലെ തന്നെ, ഈ ഇസ്ലാമിക് ഭീകരവാദം പോലെ തന്നെ, ആ ഭീകരവാദത്തെ മുതലെടുത്തുകൊണ്ട്
ആ സാമ്പത്തുണ്ടാക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ അതിനെ നയിക്കുന്നവര് അവര് എല്ലാ കാലഘട്ടത്തിലുമാണ് ഇതാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം ശ്രീലങ്കയിൽ ഉണ്ടായ ഈസ്റ്റർ ദിനത്തില് അവിടെ ഉണ്ടായ കാര്യം നമുക്കറിയാം. ഒരു പള്ളി തന്നെ തകർത്തു. അവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ ഭയപ്പെടരുത്, ക്രിസ്ത്യൻ വിഭാഗത്തോട് ഇങ്ങനെ കൊല്ലുന്നവരെ ഭയപ്പെടരുത് എന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തെ കാപട്യം എന്താണ്? അവര് കൊല്ലും കേട്ടോ, നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. അവര് ബോംബ് വെക്കും, നിങ്ങൾ ഭയപ്പെടണ്ട. അതുപോലെ അവരെ പിടിച്ച് ഞങ്ങൾ ജയിലിടും, നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് ചൈന പറയുന്നു. ഇതിനെയെല്ലാം മൊത്തത്തിലൊരു കാപട്യം എന്ന് പറയാൻ സാധിക്കുക തീർച്ചയായിട്ടും ഐക്യരാഷ്ട്രസഭയുടെ മറ്റൊരു മുഖംമൂടി എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. അതിന്റെ കൂടെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഐക്യരാഷ്ട്രസഭ പല പ്രമേയങ്ങളും പാസ്സാക്കും. അതില് ഒരു രാജ്യം മാത്രം ആ പ്രമേയത്തെയൊക്കെ പുല്ല് പോലെ എടുത്തെറിയുന്ന ഒരു രാജ്യം ലോകത്തുണ്ട്, അത് ഇസ്രായേലാണ്. ഒരു സഭയുടെ ഒരു പ്രമേയത്തെയും അവരങ്ങനെ അനുകൂലിക്കാറൊന്നുമില്ല. അപ്പൊ ഇത് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ അതിനെ നയിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ പറ്റി നമുക്ക് മനസ്സിലാകും. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ സാധിക്കില്ല. അത് ഭീകരവാദത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരമാണ്. ആ ഭീകരവാദം ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ റഷ്യ പോലെയുള്ള രാജ്യങ്ങള് അവര് നടത്തിയ അധിനിവേശങ്ങളുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഈ ഭീകരവാദം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഇനിയെങ്കിലും അവര് അവസാനിപ്പിക്കണം. ഒരു മതവും ഭീകരവാദത്തെ അനുകൂലിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മതം എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള മാർഗമായിട്ടും സമാധാനത്തിന്റെ മാർഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ക്രിസ്തുമത വിശ്വാസിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ സാധിക്കുകയുള്ളൂ. ക്രിസ്തു അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു മതവും ഭീകരവാദത്തെ അംഗീകരിക്കില്ല. അതാണ് ഐക്യരാഷ്ട്രസഭ ആദ്യം മനസ്സിലാക്കേണ്ടത്. വിശ്വാസവും ഭീകരവാദവും രണ്ടും രണ്ടാണ്. അത് വിറ്റ് കാശാക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭയും അതിന്റെ പിന്നിലുള്ള അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ ജോർജ്, ഒരു കാര്യം കൂടി. ഇസ്ലാമിക രാജ്യങ്ങൾ വളരെ തന്ത്രപരമായി ഈ UN കൊണ്ടുവന്ന ഈ ഒരു പ്രമേയത്തെ വളരെ ശക്തമായ ഭാഷയിൽ നമ്മുടെ രാജ്യം എതിർക്കുകയുണ്ടായി. പക്ഷേ നമ്മുടെ രാജ്യത്തെ പിന്തുണയ്ക്കാൻ ഫ്രാൻസും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധിയും മാത്രമേ ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു ആശങ്കപ്പെടുത്തുന്ന വസ്തുതയല്ലേ? മറ്റ് ലോക പോലീസ് എന്നൊക്കെ അവകാശപ്പെടുന്ന അമേരിക്കയൊന്നും ഇതിനെതിരെ ഒന്നും ശബ്ദമുയർത്താൻ പോലും തയ്യാറായില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു വസ്തുതയല്ലേ ശ്രീ ജോർജ് കുര്യൻ? അല്ല, അതിന്റെ തുടർച്ചയാണത്. കാരണം ലോകം മുഴുവൻ ഇന്ന് ഒരു മതപരമായിട്ടുള്ള സ്പർദ്ധയുടെ അന്തരീക്ഷമുണ്ട്. എല്ലാ മതങ്ങളും പരസ്പരം സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം ആഗോള ഭീകരതയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ആവശ്യപ്പെട്ടത് എല്ലാ മതങ്ങൾക്കും എതിരായിട്ടുള്ള നീക്കം അല്ലെങ്കിൽ എല്ലാ മതങ്ങൾക്കും എതിരായിട്ടുള്ള ചില രാജ്യങ്ങളിലെ നടപടികൾ അതിനെയാണ് അപലപിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു മതം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാര്യത്തിലല്ല എന്നാണ് ഒരു ജനാധിപത്യ രാജ്യം, മതേതരത്വ രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടത്. ഇന്ത്യയുടെ എല്ലാ കാലഘട്ടത്തെയും ആവശ്യം അങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീലങ്കയിലെ അവസ്ഥ നമുക്കറിയാം. ന്യൂസിലൻഡിന്റെ അവസ്ഥ മാത്രമാണ് ഐക്യരാഷ്ട്രസഭ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ അറ്റാക്ക് മാത്രമാണ് പരിഗണിക്കുന്നത്. അത് ഐക്യരാഷ്ട്രം യുണൈറ്റഡ് നേഷൻ എന്നുള്ള ആ ഭാഗത്തിന്റെ ആദ്യത്തെ ഭാഗം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കാപട്യമാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എല്ലാ മതവിദ്വേഷങ്ങളെയും എതിർക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ വളരെ ക്രൂരമായ ചെയ്തികളുടെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലേ ഇസ്ലാമോഫോബിയ? നമുക്കറിയാം 2001 സെപ്റ്റംബർ 11 ഉണ്ടായ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം. അതിനുശേഷമാണ് ഈ ഒരു ടെർമിനോളജി വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. തങ്ങളെ എതിർക്കുന്നവരെ ഭയപ്പെടുത്തുക എന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അങ്ങ് സിറിയൽ മുതൽ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നമുക്കറിയാം ജോസഫ് മാഷിന്റെ ആ കൈവെട്ടിയതിലൂടെ ഒരു ഭയം തന്നെയാണ് അവർ ഈ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ അവരുടെ ഒരു ക്രൂര ചെയ്തികളുടെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലേ? അവർ തന്നെയല്ലേ ഈ ഒരു ഫോബിയ സൃഷ്ടിക്കുന്നത് ശ്രീ ജയശങ്കർ? അല്ല, നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ട്.
എന്നുള്ളത് ഏതാണ്ട് സ്പഷ്ടമാണ്. അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ സാമൂഹ്യവും രാഷ്ട്രീയവും ദേശീയവും അന്തർദേശീയവും പ്രാദേശികവുമായ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. വേൾഡ് ട്രേഡ് സെന്ററിന് മുമ്പുള്ള സംഭവം, അല്ലെങ്കിൽ കുവൈറ്റിലെ അധിനിവേശം, ഒരുപാട് കാര്യങ്ങൾ ദേശാന്തരീയ തലത്തിലുണ്ടാവും. താലിബാന്റെ ഉയർച്ച, വളർച്ച, IS പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ ശക്തി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ നടത്തിയ നരനായിട്ട് അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക. ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു അപകടം എന്താ വെച്ചാൽ, ഇസ്ലാം മതത്തിലെ ഭൂരിപക്ഷ ആളുകൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, തീവ്രവാദത്തെ പിന്തുണക്കാത്തവരായിരിക്കും. പക്ഷെ ഏതാനും ചില ആളുകൾ ചെയ്യുന്ന തെറ്റ്, ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും ഇവിടെ നിന്ന് പോലും ചില ആളുകൾ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി അഫ്ഗാനിസ്ഥാനിലും സിറിയയിലൊക്കെ പോയത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം പോലും ഒരാള് ചാവേറായി പൊട്ടിത്തെറിച്ചു എന്ന വാർത്ത പത്രങ്ങളിൽ. മറ്റു ചിലർ കാബൂളിൽ ഒരു ഗുരുദ്വാര ആക്രമിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ട ഒരു മലയാളി. ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇറാഖിൽ കൊല്ലപ്പെടുന്നുണ്ട്, സിറിയയിൽ കൊല്ലപ്പെടുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെടുന്നു. ഇങ്ങനെ കുറച്ചു പേർ. പക്ഷെ അതിന്റെ അർത്ഥം ആ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷ ആളുകളും അതിനോട് താല്പര്യമുള്ളവരാണെന്നോ അതിനെ അനുകൂലിക്കുന്നവരാണെന്നോ ഇതിന് സഹായം ചെയ്യുന്നവരാണെന്നോ. പക്ഷേ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ആശങ്ക അല്ലെങ്കിൽ ഭയം, ഈ സമുദായത്തിൽപ്പെട്ട എല്ലാ ആളുകളും മോശക്കാരാണ്, എല്ലാവരും തീവ്രവാദികളാണ്, തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന ഒരു തോന്നലുണ്ട്. അതിനാണ് ഇസ്ലാമോഫോബിയ എന്നുള്ളത്. തീവ്രവാദത്തോടുള്ള എതിർപ്പ്. തീവ്രവാദികളുടെ സമുദായമാണ്, തീവ്രവാദികളുടെ സമൂഹമാണ് ഇസ്ലാം, മുസ്ലിങ്ങൾ എന്ന ധാരണ ജനങ്ങളുടെ ഇടയിൽ വ്യാപിക്കും. ഇതിനെയാണ് നമ്മൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയം, അത് തീവ്രവാദത്തിനെതിരായിട്ടുള്ള എതിർപ്പല്ല. അത് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് ഈ ഒരു വികാരം ശക്തിപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. അതിൽ മനഃശാസ്ത്രപരമായ പല ഘടകങ്ങളും, സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ നിരവധി ഘടകങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അത് മുഴുവൻ നമുക്ക് ഇതുപോലൊരു ചർച്ചയിൽ നിർദ്ധാരണം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു യാഥാർത്ഥ്യം നല്ലത്. ഇനി UN പൊതുസഭയിൽ ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് ഈ വികാരം ഇല്ലാതാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? എനിക്ക് തോന്നല്ല. കാരണം UN ജനറൽ അസംബ്ലി, ഈവൻ സെക്യൂരിറ്റി കൗൺസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെറും തമാശ. ജോർജ് കുര്യൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം കൊണ്ടിട്ട് എത്ര ദിവസം? ഇതുവരെ അതിൽ എന്തെങ്കിലും ഫുൾ സ്റ്റോപ്പ് പോയിട്ട് ഒരു കോമയോ സെമിക്കോളനോ പോലും ഇടാനായിട്ട് ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് സാധിച്ചിട്ടില്ല. ഇവിടുന്ന് കുറെ ആൾക്കാർ, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് കുറച്ച് ആൾക്കാർ അവിടെ പോയി പുട്ടടിച്ച് സമാധാനമായിട്ട് സന്തോഷിച്ചിട്ട് വർത്തമാനം പറഞ്ഞ് ഇതുപോലുള്ള പ്രമേയങ്ങൾ പാസ്സാക്കി സന്തോഷിക്കുകയാണ്, ഇല്ലേ? അതിനപ്പുറത്ത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഐക്യരാഷ്ട്രസഭ എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി? എന്താ ഇതിന്റെ പ്രയോജനം? ഇതൊക്കെ പണ്ടൊക്കെ പിരിച്ചുകൊണ്ട സമയം കഴിഞ്ഞു. ഒരു പ്രയോജനം ആർക്കും ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. അതാണ് ഐക്യരാഷ്ട്രസഭ. ഈ ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട്. ഒരു ദിനം മാർച്ച് 15 ഇനി മേലിൽ ഇസ്ലാമോഫോബിയയ്ക്ക് വിരുദ്ധമായ ഒരു ദിനമായിട്ട് അംഗീകരിക്കും, അത് ആചരിക്കും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിശേഷമുണ്ടോ? ഇതൊന്ന് ആലോചിച്ച് നോക്കി. ആ റെസൊല്യൂഷൻ എഴുതിയ കടലാസിന്റെ വില പോലും ഒരാൾ കൽപ്പിക്കുകയില്ലേ. ഉദാഹരണത്തിന് മുസ്ലിങ്ങൾക്കെതിരെ വലിയ ആക്രമണം നടക്കുന്ന, അല്ലെങ്കിൽ ഇത് നടക്കുന്ന, അവർക്ക് വിവേചനം നേരിടുന്ന ഒരു രാജ്യമാണ് മ്യാൻമർ. അവിടെ പട്ടാള ഭരണമാണ്. ഇസ്ലാമോഫോബിയക്കെതിരായ പ്രമേയം നിങ്ങൾ മ്യാൻമറിൽ കൊണ്ടുപോയി സൈനിക മേധാവിയുടെ അടുത്ത് കൊടുക്കുക. അദ്ദേഹം അത് അപ്പം തന്നെ ചുരുട്ടി കൂട്ടി നിങ്ങളുടെ മുഖത്തേക്ക് ഒഴിച്ചത്. നല്ല സംശയമുണ്ട്? ഒരു സംശയവും വേണ്ട. ഇവിടെ ജോർജ് കുര്യൻ പറഞ്ഞ പോലെ ഇസ്രായേലിൽ കൊണ്ടുപോയി പ്രധാനമന്ത്രിയെ കണ്ട്, ചേട്ടാ നിങ്ങൾക്ക് പ്രമേയം പാസ്സാക്കിയിട്ട് ഇനി മേലിൽ ഇസ്ലാമോഫോബിയ പാടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കും? ഒരാൾ സമ്മതിക്കില്ല. പോട്ടെ, ഈ പ്രമേയത്തെ പിന്തുണച്ച ചൈന, അതാണ് ഏറ്റവും വലിയ തമാശ. ഇതിൽ രണ്ട് ഭയങ്കര തമാശകളുള്ളൂ. ഞാൻ തമാശയിലേക്ക് വരാം. അപ്പൊ ഒരു രാജ്യം ഇത് അംഗീകരിക്കില്ല. ഇപ്പൊ നരേന്ദ്രമോദിയെ കണ്ടിട്ട് ഇസ്ലാമോഫോബിയ ഇന്ത്യയിൽ നിരോധിക്കണം, മാർച്ച് 15 ഞങ്ങൾ ദിനമായിട്ട് ആചരിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കും? സമ്മതിക്കില്ല. പിണറായി വിജയൻ പറഞ്ഞാൽ പുള്ളി സമ്മതിക്കും? പുള്ളി കേക്ക് തലയിട്ടാണ്ട് കൊള്ളാം, അത് കയ്യിൽ തന്നെ വച്ചോ എന്ന്. ഇതിനപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസ്സാക്കിക്കൊണ്ടോ ദിനം ആചരിച്ചുകൊണ്ടൊന്നും ഈ രാജ്യത്ത് ഒരു പ്രശ്നവും തീർന്നിട്ടില്ല, തീരുകയുമില്ല. ഇതൊക്കെ വെറുതെ തമാശക്കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇനി ഇതിൽ ഏറ്റവും വലിയ തമാശ ഈ പ്രമേയം അവതരിപ്പിച്ച പാകിസ്ഥാനാണെന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു തമാശ ലോകത്തെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? ലോകത്ത് തന്നെ ഏറ്റവും അധികം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം നടത്തുന്ന രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ രൂപീകരിക്കപ്പെടുന്ന കാലത്ത് അവിടെ ന്യൂനപക്ഷ സമുദായക്കാർ എത്ര പേരുണ്ടായിരുന്നു? ഹിന്ദുക്കൾ എത്ര ശതമാനം ഉണ്ട്? ഇപ്പൊ എത്ര ശതമാനമുണ്ട്? അപ്പൊ അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായിട്ട് കണക്കാക്കിയിട്ടില്ല, നാലാം തരം പൗരന്മാരായിട്ട് കണക്കാക്കി. അവർക്ക് പൗരാവകാശങ്ങൾ തന്നെ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇവർ സിദ്ധാന്തം പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ അവരുടെ തലക്കിട്ടടിക്കൂല ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ പോയിട്ട് ഇസ്ലാമോഫോബിയക്കെതിരെ ഞങ്ങൾ പ്രമേയം പാസ്സാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ആളുകൾ പുച്ഛിച്ചിരിക്കും. ഈസ്റ്റർ ദിനത്തിൽ ഉണ്ടായ സ്ഫോടനം നിങ്ങൾ ഓർക്കുന്നില്ലേ? ലാഹോറിൽ 15 വയസ്സായ പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് വെച്ച് ഓർക്കുന്നില്ല. ഓട്ടെ, ഈ മതനിന്ദ നിയമം റദ്ദാക്കണമെന്ന് പറഞ്ഞ മുസ്ലിമായ
പാകിസ്ഥാനിലെ ഗവർണറെ വെടിവെച്ചു വന്ന സംഭവമില്ലേ, അംഗരക്ഷകൻ സൽമാൻ തസീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം അംഗരക്ഷകൻ വെടിവെച്ചു. ആ വെടിവെച്ചു വന്ന അംഗരക്ഷകനെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാന്ന് വെച്ച ജഡ്ജിയെ വെടിവെച്ചു. അതാണ് പാകിസ്ഥാൻ. ആ രാജ്യമാണ് ഇസ്ലാമോ ഫോബിയക്കെതിരെ പ്രമേയം പാസാക്കുന്നത്. ഇതിനേക്കാൾ വലിയ തമാശ വേറെ ഉണ്ട്. എന്തൊരു ഭയങ്കര ക്രൂരമായ തമാശകളാണ് ഇതൊക്കെ. അവര് പ്രമേയം പാസാക്കിയ പ്രമേയത്തിന് വല്ല വിലയുമുണ്ട്? ഒന്നും ആലോചിപ്പിക്കുക. അതിനേക്കാൾ വലിയ ഫലിതം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ട്? പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യം, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീവ്രവാദം കയറ്റി അയക്കുന്ന രാജ്യമുണ്ട്, ഭീകരന്മാരുടെ താവളമായിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഇതൊന്നും പറയാൻ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആ രാജ്യം ഒരു പ്രമേയം കൊടുക്കുന്നു, അതിനെ ചൈന പിന്തുണക്കുന്നു. അതിലും വലിയ തമാശ. ഞാൻ നേരത്തെ മ്യാൻമറിനെ പറ്റി പറഞ്ഞു. മ്യാൻമറൊക്കെ നിസ്സാരമാണ്. മ്യാൻമർ നിസ്സാരമാണ്. ചൈനക്കാരെ നടത്തുന്ന അതിക്രമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചൈനയിലെ ജിങ്ജിയാങ് എന്ന് പറഞ്ഞൊരു പ്രവിശ്യയാണ്. അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ കുറെ ഉയ്ഗൂർ വംശജർ ആയിട്ടുള്ള മുസ്ലിങ്ങളും ഹാൻ വംശജരായ ചീനക്കാരും. അവിടെ ഏതാണ്ട് നമ്മുടെ കാശ്മീർ പോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പതല്ല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പണ്ടേ കാശ്മീരാണ്. അത് മധ്യേഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം. അവിടെ ഈ കലാപകാരികളെ പിടിക്കുമ്പോൾ അവരുടെ അരയ്ക്ക് മേലോട്ട് വെടിവെക്കണം എന്നാണ് ചൈനയുടെ കമാൻഡർ ജനറൽ ചൂട്ടെ പട്ടാളക്കാർക്ക് നിർദ്ദേശം കൊടുത്തത്. അരയ്ക്ക് താഴോട്ടല്ല, പിടിക്കുമ്പോൾ തന്നെ അരയ്ക്ക് മേലോട്ട് വെടിവെക്കും. അങ്ങനെയാണ് പ്രശ്നം അവർ പരിഹരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വെടിവെപ്പ് താരതമ്യേന കുറവാണ്. കാരണം ഇവരൊക്കെ മറ്റു രീതിയിൽ മെരുക്കിയിരിക്കുകയാണ്. അവിടെ ഈ റംസാൻ എപ്പം തീർക്കാം. റംസാൻ മാസം തുടങ്ങാൻ പോകുള്ളൂ. റംസാൻ മാസത്തിൽ മുസ്ലിങ്ങൾക്ക് നോമ്പ് പിടിക്കുന്നത് നമ്മൾ ആരെങ്കിലും എതിരാണ്? ഇല്ല. ഇസ്രായേലിൽ പോലും നോമ്പ് പിടിക്കാൻ തടസ്സമൊന്നുമില്ല. പക്ഷെ ചൈനയിൽ ജിങ്ജിയാങ് പ്രവിശ്യയിൽ അതിന് നിയന്ത്രണമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നോമ്പ് പിടിക്കാൻ പാടില്ല. സ്കൂൾ കുട്ടികൾ നോമ്പ് പിടിക്കാൻ പാടില്ല. കാരണം സ്കൂളിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് അറ്റൻഷൻ കിട്ടില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് ഒറ്റ കുട്ടിയും സ്കൂളിൽ പോകുന്ന ഒറ്റ കുട്ടിയും നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ള രാജ്യമാണ് ചൈന. ആ രാജ്യമാണ് ഇസ്ലാമോ ഫോബിയക്ക് എതിരെ വരുന്ന പ്രമേയത്തെ പിന്തുണയ്ക്ക് ശക്തമായ പിന്തുണ നൽകുകയും ചെയ്തത്. ഇതിലും വലിയ തമാശ, ഇതിലും വലിയ കോമഡി ലോകത്തെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ ഒരു രാജ്യമാണ് റഷ്യ. അത് അതിലും വലിയ തമാശയാണ്. റഷ്യയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. അവിടെ ചെച്ചിനിയ എന്ന് പറഞ്ഞ പ്രവിശ്യയിൽ ഇതുപോലുള്ള കലാപകാരികളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് ഉത്തരവിട്ട് നടപ്പാക്കിച്ച ആളാണ് വ്ളാഡിമിർ പുടിൻ. അദ്ദേഹം പിന്തുണക്കുന്നു. എന്തൊരു തമാശയാണെന്ന് ആലോചിച്ചു. ഇതിലും വലിയ തമാശ ലോകത്തെ എവിടെയെങ്കിലും? ഇതൊക്കെ കേട്ട് ഈ പാവങ്ങളായ മുസ്ലിങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള പാവങ്ങളുള്ള മുസ്ലിങ്ങൾ എന്താ വരുന്നുണ്ട്? UN പ്രമേയം പാസാക്കി, ഇതൊന്നും പേടിക്കാനില്ല. ഇതുപോലെ ആളുകളെ വിഡ്ഢികളുടെ സ്വർഗത്തിൽ എത്തിക്കുന്ന പരിപാടിയാണ് UN സെക്യൂരിറ്റി കൗൺസിലും ഐക്യരാഷ്ട്ര സഭയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ വിചാരിച്ച ഈ രാജ്യത്ത് ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റുകയില്ല. ഇതുപോലെ അർത്ഥശൂന്യമായ ചില പ്രമേയങ്ങൾ പാസാക്കി സ്വയം വിഡ്ഢികളാകുകയും മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയുമല്ലാതെ ഇവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഈ പ്രമേയത്തിന് അതിനെഴുതിയ കടലാസിന്റെ വില പോലും ഇല്ല. അത് ലോകരാജ്യങ്ങളൊക്കെ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലിടും. അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ശ്രീ ജയശങ്കർ, അങ്ങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം, ഈ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു ക്രൂര ചെയ്തികളാണ് പലപ്പോഴും ഈ ഇസ്ലാമിക ഫോബിയ പലപ്പോഴും സൃഷ്ടിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ പ്രബലരായ ഇസ്ലാമിക രാജ്യങ്ങളൊന്നും തന്നെ ഒരു വേണ്ട രീതിയിൽ ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫണ്ടിങ് ഒരു സോഴ്സ് അതിന്റെ ഒരു വേരിറക്കാനോ അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുവാനോ പലപ്പോഴും അവർ തയ്യാറാകുന്നില്ല? അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ശ്രീ ജയശങ്കർ? അതിന്റെ ഒരു കാരണം മതത്തിന്റെ സ്വാധീനം വളരെ കൂടുതലാണ്. മാത്രവുമല്ല ഓരോ രാജ്യങ്ങളും അത് കൂടിയും കുറഞ്ഞു വരും. ഇപ്പൊ കസാക്കിസ്ഥാനിലോ ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ മുതലായ മധ്യേഷ്യൻ രാജ്യങ്ങളിലൊക്കെ, മധ്യേഷ്യൻ റിപ്പബ്ലിക്കിൽ പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി, അവിടെ മതത്തിന്റെ സ്വാധീനം സർക്കാരിന്റെ പ്രവർത്തനത്തിൽ താരതമ്യേന ദുർബലമാണ്. പക്ഷെ ആ രാജ്യങ്ങൾ മറ്റു തരത്തിൽ അത്ര സമ്പന്നമല്ല. അവർക്ക് സ്വാധീന ശക്തി കുറവാണ്. സ്വാധീന ശക്തിയുള്ള അല്ലെങ്കിൽ പണം ധാരാളമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. സൗദി അറേബ്യയിലെ സർക്കാർ മാത്രമല്ല, അവിടുത്തെ വലിയ കോടീശ്വരന്മാർ. ഇവർ പലരും ഇങ്ങനെ തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമാണ് എന്ന് വിചാരിക്കുന്നവരാണ്. ഒസാമ ബിൻ ലാഡനെ തന്നെ നോക്കുക. ബിൻ ലാഡൻ വളരെ സമ്പന്നനായ ഒരു കോൺട്രാക്ടറുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ശതകോടീശ്വരൻ എന്ന് പറഞ്ഞാൽ പോലെ അതിലൊക്കെ സഹസ്ര കോടീശ്വരൻ. അദ്ദേഹം ഈ സ്വത്തുക്കളൊക്കെ സൗദി അറേബ്യയിൽ ഉപേക്ഷിച്ച് ബോറയിൽ പോയതിനു വേണ്ടിയിട്ടാണ്. ജിഹാദ് നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുണ്യം കിട്ടും, പരലോകത്തിൽ ചെല്ലുമ്പോൾ മോക്ഷം കിട്ടും എന്ന തെറ്റിദ്ധാരണയുടെ പുറത്താണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുന്ന പോലുള്ള അക്രമത്തിലേക്ക് പോയത്. അതിന്റെ പിഴ കൊടുക്കേണ്ട പോകുന്ന അഫ്ഗാനിസ്ഥാനിൽ വെറും സാധാരണക്കാരായ പാവങ്ങളായ ജീവിക്കാൻ യാതൊരു മാർഗമില്ലാത്ത പാവപ്പെട്ട മുസ്ലിങ്ങളാണ്. അമേരിക്കക്കാർ ചാക്ക് കണക്കിന് ബോംബ് കൊടുത്ത് അഫ്ഗാനിസ്ഥാനിൽ. അപ്പൊ ഇസ്ലാമോ ഫോബിയ ഉണ്ടോ ഇല്ലോ എന്നുള്ളതല്ല. അമേരിക്കയുടെ പരമാധികാരത്തിൽ ചോദ്യം ചെയ്താൽ പിന്നെ ബോംബാണ് ചികിത്സ, അതിന് വേറെ ചികിത്സ ഒന്നും. അങ്ങനെ ഒരുപാട് ആളുകളുടെ നിരപരാധികളുടെ ചോര ചിന്തുന്നതിന് ഇടവരുന്നു. പക്ഷെ
ലാഡർ അപ്പോഴും വിശ്വസിച്ചത് പുള്ളി വലിയൊരു പുണ്യകർമ്മമാണ് ചെയ്യുന്നത്, പുള്ളിക്ക് പരലോകത്തിൽ നിന്ന് മോക്ഷം കിട്ടും. ഇതുപോലുള്ള കോടീശ്വരന്മാർ ഖത്തറിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, മറ്റു പല രാജ്യങ്ങളിലുണ്ട്. പിന്നെ അതിന്റെ അകത്തൊരു പാരസൈറ്റായിട്ട് നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ വിരോധം അതിന്റെ ജനിതക സ്വഭാവത്തിൽപ്പെട്ടതാണ്. അത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്കെതിരെ എന്തെങ്കിലും കുണ്ടാവണ്ടിയൊക്കെ ഉണ്ടാക്കുക, ചുണ്ടങ്ങ് കൊടുത്ത് പടജനങ്ങ മേടിക്കുക എന്നുള്ള സാധാരണ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ കാശ്മീരിലൊക്കെ ചെയ്യുന്നത് അത് തന്നെ. അവരിവിടെ വന്ന് നമ്മുടെ താടിക്കിട്ട് തട്ടും, നമ്മൾ അവന്റെ നിർത്തലക്കിട്ട് കൊടുക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇനിയും തുടരും, അതിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. പാകിസ്ഥാന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റം വരില്ല. പീപ്പിൾസ് പാർട്ടി ഭരിച്ചാലും ശരിയാണ്, ഇനി അതല്ല ആ മുസ്ലിം ലീഗ് ഭരിച്ചാലും ശരിയാണ്, ഇമ്രാൻഖാന്റെ പാർട്ടി ഭരിച്ചാലും വ്യത്യാസമൊന്നും വരുന്നില്ല. അവിടെയും വേറൊരു പ്രശ്നമുണ്ട്. ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പട്ടാളം ഒരു പ്രധാനപ്പെട്ട ഘടകം, പട്ടാളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കും. പിന്നെ ഈ മത പണ്ഡിതന്മാർ, മത പുരോഹിതന്മാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഇസ്ലാമിൽ പൗരോഹിത്യം ഇല്ല എന്നുണ്ട് പറഞ്ഞു. മതപണ്ഡിതന്മാർ, ഉലമാക്കൾ എന്ന് പറഞ്ഞ വിഭാഗം, ഇവരാണ് ഇതിനൊക്കെ സ്ക്രൂ ചെയ്ത് കൊടുക്കുക, ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെ ചില പണ്ഡിതന്മാര് പ്രസംഗിക്കുന്നത് കേട്ടില്ലേ, യൂട്യൂബിലൊക്കെ കാണാം. ഖുറാസാനിൽ നിന്ന് കറുത്ത കൊടികളും ഏന്തി താലിബാൻകാർ വരും, അവര് മെഹദിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നൊക്കെ പറഞ്ഞ ഒരു മുല്ലാക്ക പ്രസംഗിക്കുന്നത് ഞാൻ ഒരിക്കൽ കേട്ടു. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഇത് അറിഞ്ഞു അറിയാതെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. കാരണം അവർക്ക് വെറുതെ പ്രസംഗിച്ചാൽ മതിയല്ലോ. ഇത് കേട്ട് ആവേശഭരിതരായ കുറെ ആളുകൾ പോയി വല്ല ബോംബൊക്കെയൊക്കെ ചെയ്യും. പിന്നെ അവനെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് നല്ല ചാർത്ത് വെച്ചു കൊടുക്കും. പിന്നെ ചിലർ സൂര്യപ്രകാശം കാണാതെ ഒരുപാട് കൊല്ലം ജയിലിൽ കിടക്കും. ഇവിടെ ഈ ഈരാറ്റുപേട്ടയിൽ നിന്ന് 2 ചെറുപ്പക്കാർ പോയി, അവരിപ്പോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അഹമ്മദാബാദ് സ്ഫോടന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിൽ 3 പേര് മലയാളികളാണ്, 2 പേര് ഈരാറ്റുപേട്ടക്കാരാണ്, സഹോദരന്മാരാണ്. ഇവരൊക്കെ ഇതുപോലെ ഈ തെറ്റായ രീതിയിലുള്ള പ്രഭാഷണങ്ങൾ കേട്ട് അതിക്രമത്തിന് പോകുന്നവരാണ്. അതുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നത്. സത്യത്തിൽ ഉണ്ടാക്കുന്നത് ഈ പൗരോഹിത്യത്തിന്റെ ഭാഗമായിട്ടുള്ള പണ്ഡിതന്മാരാണ്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ജയശങ്കർ. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, ഈ ഇസ്ലാമോഫോബിയയുടെ ഒരു ചരിത്രപരമായ ഒരു പശ്ചാത്തലം എന്താണ്? പലപ്പോഴും ഒരു ഇരവാദം ഉയർത്തുവാനുള്ള ഒരു ആയുധമായി, ഒരു ടൂളായി ഈ ഇസ്ലാമോഫോബിയ എന്ന ഒരു ടെർമിനോളജിയെ ഈ ഇസ്ലാമിക സംഘടനകളും തീവ്ര ഇസ്ലാമിക സംഘടനകളും ഒക്കെ ഉപയോഗിക്കുന്നില്ലേ ശ്രീ അനിൽകുമാർ അയ്യപ്പൻ? ഈ ഇസ്ലാമോഫോബിയ എന്ന വാക്ക്, ഞാൻ ആ വാക്കിനെതിരാണ്. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ അശ്ലീലങ്ങളിൽ ഒന്നാണ് ഈ ഇസ്ലാമോഫോബിയ എന്ന വാക്ക്. ഈ ഫോബിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു കാരണവുമില്ലാതെ തികച്ചും യുക്തിരഹിതമായി എന്തെങ്കിലും സംഗതികളെയോ ജീവികളെയോ വസ്തുക്കളെയോ ഒക്കെ ഭയപ്പെടുന്നതിനെയാണ് നമ്മൾ സാധാരണ ഫോബിയ എന്ന് പറയുന്നത്. ഫോബിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. ഇപ്പൊ അക്വാഫോബിയ എന്ന് പറയും, എന്ന് വെച്ചാൽ ജലത്തിനോടുള്ള ഭയം, അല്ലെങ്കിൽ എയ്റോഫോബിയ പറക്കുന്നതിനോടുള്ള ഭയം, അല്ലെങ്കിൽ ബിബ്ലിയോഫോബിയ പുസ്തകങ്ങൾ കാണുമ്പോൾ പുസ്തകങ്ങളോടുള്ള ഒരു ഭയം, അല്ലെങ്കിൽ ഹീമോഫോബിയ രക്തം കാണുമ്പോൾ തലർക്കുന്നത് രക്തത്തോടുള്ള ഭയം. അപ്പൊ ഇങ്ങനെ ഇതൊന്നും നമ്മളെന്തെങ്കിലും ഉപദ്രവിച്ചിട്ടല്ല. പുസ്തകങ്ങൾ ഇപ്പൊ കുറെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളം അവിടെ കിടക്കുന്ന നമ്മൾ ഉപദ്രവിക്കില്ല. പക്ഷെ അത് കാണുമ്പോൾ അകാരണമായിട്ടൊരു ഭയം വരികയാണ് അതിനോട്. അതാണ് ഫോബിയ എന്ന് പറയുന്നത്. കാരണം അടിസ്ഥാനരഹിതമായ തികച്ചും യുക്തിരഹിതമായിട്ടുള്ള ഭയങ്ങളാണ്. എന്നാൽ ഇസ്ലാമിനോടുള്ള ഭയം അങ്ങനെയുള്ള ഒന്നാണോ? സുബോധമുള്ള മനുഷ്യർ ഇസ്ലാമിനെ പേടിക്കുന്നത് കാരണമില്ലാതെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. വളരെ വ്യക്തമായ കാരണങ്ങൾ അതിനുണ്ട്. അതാണ് അതിന്റെ ചരിത്രപരമായ വശം എന്ന് പറയുന്നത്. ഇസ്ലാമിക വിശ്വാസത്തിന് അടിത്തറയായി നിൽക്കുന്ന ഖുർആനും ഹദീസുകളും നമ്മൾ പരിശോധിച്ചാൽ ഇസ്ലാമിക വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകളോട്, അതായത് അമുസ്ലിങ്ങളായ ആളുകളോട് യുദ്ധം ചെയ്യാനും അവരുടെ കഴുത്തുകൾ വെട്ടാനും, കഴുത്ത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ കൈവിരലുകൾ വെട്ടാനും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഖുർആനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഹദീസും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഈ മൃതദേഹത്തെ അപമാനിക്കുന്ന ഈ പരിപാടി, കഴുത്ത് ആദ്യം വെട്ടിക്കഴിഞ്ഞാൽ ആൾ മരിച്ചുപോയി, പിന്നെ ഇതിനെ കൈവിരൽ വെട്ടാൻ പറയുന്നത്. സൂറ 8:12 വായിച്ചാൽ മതി. 8:12 പറയുന്നത് അള്ളാഹു പറയാണ്, സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ട് കൊടുക്കുന്നതാണെന്ന്. അള്ളാഹു ഭയപ്പ് കൊടുക്കും. അതുകൊണ്ട് നമ്മളിത് ഭയപ്പെടുമ്പോ പറയണത് ഫോബിയ ഫോബിയാന്ന്, ആളെ വടിയാക്കുന്ന പരിപാടിയല്ലേ. സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയം ഇട്ട് കൊടുക്കുന്നതാണ്, കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ പറയാണ് വിരലുകളും വെട്ടിക്കളഞ്ഞേക്കുന്നത്. ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകാത്ത അന്നത്തെ അറേബ്യയിലെ മനുഷ്യരോട് മുഹമ്മദ് യുദ്ധം ചെയ്തതും പലരുടെയും മൃതദേഹങ്ങളെ അവഹേളിക്കുകയും ചെയ്തതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ, നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ എന്ന് അത്യാവശ്യം ലോകവിവരമുള്ള ഒരാളും ചോദിക്കാൻ നിൽക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എന്താണ്? 7-ാം നൂറ്റാണ്ട് ചെയ്ത കാര്യം, അതേ കാര്യങ്ങൾ ചെയ്തത് എന്തൊക്കെയാണോ അതേ കാര്യങ്ങൾ അങ്ങനെ തന്നെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ചെയ്യാൻ തയ്യാറായി നടക്കുന്ന മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതിന് ചെയ്യാൻ തയ്യാറായി നടക്കുന്ന മുസ്ലിങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എംടെക്കുകാരനായ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി, എംടെക് പഠിച്ച ഒരാളാണ്, എഞ്ചിനീയർ.
അവിടേക്ക് പോയത്, അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ട് ഈ താലിബാന് തീവ്രത പോരാത്തതുകൊണ്ട് പുള്ളി പോയിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നിരിക്കുകയാണ്. അവിടുത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാൻ എന്ന് പറയുന്ന അതിൽ ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്ത് സ്വന്തം വിവാഹ ദിനത്തില് പോയിട്ട് ഈ ദേഹത്ത് ബോംബ് വെച്ച് കെട്ടി പോയിട്ട് ഈ താലിബാനികളുടെ ഇടയിൽ പോയി പുള്ളി പൊട്ടിത്തെറിച്ചു, ഷഹീദായി. അപ്പൊ ഇതൊക്കെ ഇനി ആലോചിച്ച് നോക്കണം. ഇദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റി, ഈ നജീബിന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനുള്ള അവസരം കിട്ടി. നജീബിന്റെ ഇതേ ഐഡിയോളജിയും മനസ്സിൽ പേര് നടക്കുന്ന, എന്നാൽ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത എത്ര പേര് ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒന്ന് പറയാം, എങ്ങനെ അറിയാൻ പറ്റും? നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും ഭയപ്പെടേണ്ടി വരികയാണ്. ഇതിനകത്ത് ഏതാണ് ഈ ഇപ്പൊ വിദ്യാഭ്യാസം കിട്ടി അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തയില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. എംടെക് കഴിഞ്ഞ ആളാണ്. പിന്നെ അതിനു മുമ്പ് നേരത്തെ ജയശങ്കർ സാർ പറഞ്ഞു മറ്റേ ഗുരുദ്വാരയിൽ പോയി പൊട്ടിത്തെറിച്ചത് ഒരു ഡോക്ടറായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് പോയിട്ട് പൊട്ടിത്തെറിച്ചത്. ഇത് എംടെക്കുകാരൻ, എഞ്ചിനീയർ. അപ്പൊ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവരിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല എന്ന് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഈ വിദ്യാഭ്യാസം ഒന്നും ഇതിനകത്തൊരു വിഷയമേ അല്ല. മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചാൽ ഖുർആനും ഹദീസുകളും അക്ഷരം പ്രതി വള്ളി പുള്ളി തെറ്റാതെ അങ്ങനെ തന്നെ അനുസരിക്കണമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ സമാധാനം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഐഡിയോളജി, ആ ഐഡിയോളജിയെ പ്രൊമോട്ട് ചെയ്യുന്ന പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമായിരിക്കുമ്പോൾ ആ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുള്ളപ്പോ UN നമ്മളോട് എന്താ പറയുന്നത്? പേടിക്കേണ്ട ആട്ടാണ്, ഇവരെ നിങ്ങൾ പേടിക്കാൻ പാടില്ല, ഇത് അകാരണമായ പേടിയാണ് നിങ്ങൾക്ക് അവരോടുള്ളതെന്ന്. അകാരണമൊന്നുമല്ല. ഇസ്ലാമിനെ ആൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായ കാരണമുണ്ട്. ഇപ്പൊ നാട്ടിലൊരു പേപ്പട്ടി ഇറങ്ങി, ആളുകളൊക്കെ പേടിച്ച് വീട്ടിനകത്ത് ഇരിക്കണം, പുറത്തിറങ്ങുന്നില്ല, പേപ്പട്ടി അടിച്ചാലോ എന്ന് വെച്ചിട്ട്. അന്നേരം ചിലർ വന്നിട്ട് പറയാ നിങ്ങൾക്കൊക്കെ പേപ്പട്ടിയോ ഫോബിയ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതേതാണ്ട് അതുപോലത്തെ പരിപാടിയാണ് UN ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന അതിനെതിരെ നിങ്ങൾ ഇതാക്കണം, അങ്ങനെ ഒരു സംഗതിയെ പാടില്ല എന്നൊക്കെ പറയുമ്പോ ഇത് ഫോബിയ അല്ല, കൃത്യമായിട്ട് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഭയമാണിത്. മനസ്സിലായോ? അപ്പൊ ഈ ലോകർക്ക് മൊത്തം ഇസ്ലാമിനോടുള്ള ഭയത്തിനെ ഫോബിയ എന്ന് പറയുന്നതിലും അതിനേക്കാളും മെച്ചമായ ഒരു അശ്ലീലം വേറെ കാണാനില്ല. അതൊരു വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. അന്യമതസ്ഥരോടുള്ള ഒടുങ്ങാത്ത വെറുപ്പും വിദ്വേഷവും ശത്രുതയും ഈ ഖുർആനിലും ഹദീസുകളിലും ഉള്ള കാലത്തോളം മനുഷ്യർ, സുബോധമുള്ള മനുഷ്യർ ഇസ്ലാമിനെ പേടിക്കും. അത് അവരുടെ സുരക്ഷയ്ക്ക് നല്ലതാണ്. കാരണം പേടിയുണ്ടെങ്കിൽ മനുഷ്യൻ സ്വാഭാവികമായ കരുതലോടെയും ജാഗ്രതയോടെയും ഇരിക്കും. അതിനെ ഫോബിയ എന്നൊക്കെ വിളിക്കുന്നത് മ്ലേച്ഛമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. UN എന്താണ് പറയുന്നത്? ലോകമെമ്പാടുമുള്ള മനുഷ്യർ മുഴുവൻ ഇസ്ലാമിനെതിരെയാണ്, എല്ലാവരും ഇസ്ലാമിനോട് വിദ്വേഷം കാണിക്കുകയാണ്. അത് പാടില്ല. മാർച്ച് 15 അതിന്റെ പാടില്ല എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലായിട്ട്, ഓർമ്മദിനമായിട്ട് ആചരിക്കുകയാണെന്ന് പറയുന്നത്. ഇത് പണ്ടൊരാൾ പറഞ്ഞതുപോലെ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്ത് വന്നു കഴിഞ്ഞപ്പോ എന്നെ പിടിച്ച് ചങ്ങലക്കിട്ടു. വാസ്തവത്തിൽ ഈ പുള്ളിക്കാണ് ഭ്രാന്ത്, അതുകൊണ്ടാണ് നാട്ടുകാർ പിടിച്ച് ചങ്ങലക്കിട്ട്. പക്ഷെ പുള്ളി അത് സമ്മതിക്കില്ല. പുള്ളി പറഞ്ഞു എനിക്ക് ഭ്രാന്തില്ല, നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്താണ്, അതുകൊണ്ട് എന്നെ പിടിച്ച് ചങ്ങലക്കിട്ടു. ഏതാണ്ട് അതുപോലത്തെ പരിപാടിയത്. കാരണം എന്താ? ഈ ലോകത്തുള്ള എല്ലാവരും ഇസ്ലാമിനെ വെറുക്കുന്നു, അത് പാടില്ല എന്ന് പറഞ്ഞേ. ലോകത്തുള്ള എല്ലാവരും വെറുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ? അത് ഇസ്ലാമിന്റെ കുഴപ്പമാണ്. ഇന്ത്യയിൽ ഹിന്ദുക്കളായിട്ട്, മ്യാൻമറിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റുകളായിട്ട്, നൈജീരിയയിലും മറ്റുള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളായിട്ട്, ഇങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ ഇവരുണ്ട്. അവിടെയൊക്കെയുള്ള അവിടുത്തെ തദ്ദേശവാസികൾ, അത് ഏത് മതക്കാരാണോ അവരൊക്കെ ആയിട്ട് പ്രശ്നമാണ്. എന്നിട്ട് പറഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ ഉത്തരവാദി ലോകമാണ്, നാട്ടുകാരാണ്. അവരല്ല, ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ബാക്കിയുള്ളവരെല്ലാം അവരോട് വെറുതെ ഇത് കാണിക്കുകയാണെന്ന് പറയുന്നത്. ഇതിലും വലിയ ഉഡായിപ്പ് വേറെ ഉണ്ടോ? ഈ നേരത്തെ ജയശങ്കർ സാർ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഈ പാസ്സാക്കുന്ന റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു വിലയില്ല. അത് അതിനകത്തുള്ളവർ തന്നെ ഒരു വില കൊടുക്കുന്നില്ല. ഞാൻ വേറൊരു ഇതും കൂടി ഇതിനോട് ചേർത്ത് പറയാം. ഈ 1981 നവംബർ 25 ഇതേ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പാസ്സാക്കിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഉണ്ട്. റെസൊല്യൂഷൻ 36/55 എന്ന് പറയുന്നത്. അതിന്റെ 4ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിവിലായിട്ടും സാമ്പത്തികമായിട്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മനുഷ്യാവകാശങ്ങളുടെയും മൗലിക സ്വാതന്ത്ര്യങ്ങളുടെയും അംഗീകാരവും വിനിയോഗവും ആസ്വദിക്കലും അതൊന്നും മതത്തിന്റേതായോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവേചനം ഉണ്ടാവാൻ പാടില്ല. ഈ ഐക്യരാഷ്ട്രസഭയുടെ അംഗരാജ്യങ്ങളില് ഏതെങ്കിലും വ്യക്തിക്ക് സിവില് സാമ്പത്തികം രാഷ്ട്രീയം സാമൂഹ്യം സാംസ്കാരിക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മനുഷ്യാവകാശമോ മൗലികാവകാശങ്ങളോ ഉപയോഗിക്കുന്നതിന്, അത് വിനിയോഗിക്കുന്നതിന്, അത് ആസ്വദിക്കുന്നതിന് മതമോ വിശ്വാസമോ ഒരു തടസ്സമായിട്ട് വരാൻ പാടില്ല. അങ്ങനെ ഒരു വിവേചനം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അത് എല്ലാ അംഗരാജ്യങ്ങളും അത് അങ്ങനെയുള്ള വിവേചനങ്ങളെല്ലാം നീക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ്. അത്തരം വിവേചനങ്ങൾ നിരോധിക്കുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്താനോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും വിവേചനങ്ങൾ ഉണ്ടെങ്കിൽ അത് റദ്ദാക്കാനോ ഒക്കെയുള്ള അവകാശങ്ങൾ അതെല്ലാ അംഗരാജ്യങ്ങളും അത് നടത്തണമെന്നൊക്കെയാണ് ആ റെസൊല്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ റെസൊല്യൂഷന് UN ജനറൽ അസംബ്ലി പാസ്സാക്കിയ റെസൊല്യൂഷന് കാശിന്റെ വില UN കൊടുത്തിട്ടില്ല.
ലോകത്ത് ഏറ്റവും കൂടുതൽ മതത്തിന്റെ പേരിലുള്ള വിവേചനം അനുഭവിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള അമുസ്ലിങ്ങളാണ്, അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയൊക്കെ ഹിന്ദുക്കള്, സിഖുകാര്, ക്രിസ്ത്യാനികള്, നൈജീരിയയിലെ, ഈജിപ്തിലെ, സിറിയയിലെയൊക്കെ ക്രിസ്ത്യാനികള്, ഇറാഖിലെ യാസീദികളും ക്രിസ്ത്യാനികളും, ഇങ്ങനെ എണ്ണി എണ്ണി പറയാനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. അപൂർവം ചില രാജ്യങ്ങൾ മാത്രമേ ഇല്ലാത്തുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ കസാക്കിസ്ഥാനും ഒക്കെ ആ പ്രദേശത്തുള്ളത്. അതിന്റെ കാരണം സോവിയറ്റ് യൂണിയനിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു സെക്യുലർ ചിന്താഗതി ആയിരിക്കാം. അവിടെ മതം അത്ര പിടിമുറുക്കിയിട്ടില്ല. എന്നാൽ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ഈ അനുഭവിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇനി മുസ്ലിങ്ങൾ മാത്രമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ അനിൽകുമാർ അയ്യപ്പൻ. അല്ല, ഇതുകൂടി ഞാൻ കുറച്ചുകൂടി ഇതൊന്നും പറഞ്ഞിട്ട് ഇതേല്ല. മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങൾക്കും ഇത് തന്നെയാണ് പ്രശ്നം. മുസ്ലിങ്ങൾക്കും ഇപ്പൊ സൗദി അറേബ്യയിൽ സ്ത്രീകൾക്കൊക്കെ എന്താണ് ഡ്രൈവിങ്ങിനൊക്കെ ഉള്ള അവസരം ഇപ്പോഴാണ് കിട്ടിയത്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കൊന്നും പഠിക്കാനേ പറ്റുന്നില്ല. അപ്പൊ അവിടെയൊക്കെ ഈ വിവേചനം ഇതിന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വരുന്നുണ്ട്. ഇവർക്കൊരു പ്രശ്നവുമില്ല, UN ഒരു കുഴപ്പമില്ല. അപ്പൊ അവര് പാസാക്കിയ അതേ റെസൊല്യൂഷൻ അംഗരാജ്യങ്ങൾ ലംഘിക്കുന്നത് കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ ഉള്ളതിന് വില, നേരത്തെ പറഞ്ഞ പോലെ അത് എഴുതിയ കടലാസിന്റെ വില പോലും ഇല്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ അനിൽകുമാർ അയ്യപ്പൻ. ശ്രീ ജോർജ് കുര്യൻ, UN-ൽ ഈ ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള ഒരു അന്താരാഷ്ട്ര ദിനം പ്രഖ്യാപിക്കുവാനുള്ള പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പാകിസ്ഥാന്റെ പ്രതിനിധി ആ ഒരു പ്രമേയത്തിൽ പറഞ്ഞ ചില വാചകങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. Women and girls have often found themselves at the sharp end of this hatred, said Akram, adding, the gender aspect of Islamophobia is also gaining prominence, with girls and women being targeted due to mode of their dress and the general notion that Muslim women are oppressed and thus must be liberated. വസ്ത്രധാരണത്തിന്റെ പേരിൽ മുസ്ലിം പെൺകുട്ടികളും സ്ത്രീകളും ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു പ്രമേയ വാചകങ്ങളാണ് പാകിസ്ഥാൻ പ്രതിനിധി UN-ൽ അവതരിപ്പിച്ചത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഹിജാബ് വിഷയവുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ആ ഒരു ഹിജാബിനെ തുടർന്നുണ്ടായ ഒരു വിവാദം ആഗോളതലത്തിലുള്ള ഒരു ഇസ്ലാമിക പൊളിറ്റിക്കൽ അജണ്ട, അതൊരു മാർക്കറ്റ് ചെയ്യാനുള്ള തീവ്രവാദ സംഘടനകളുടെ ഒരു ഹിഡൻ അജണ്ടയുടെ ഒരു ഭാഗമായി നമുക്ക് സംശയിക്കേണ്ടതല്ലേ ശ്രീ ജോർജ് കുര്യൻ? അല്ല, അതിനെ ഞാൻ വേറൊരു രീതി പറയാം. ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തില് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള വേറൊരു കാര്യം ഞാൻ പറയാം. ഈ അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഇറാഖിലും അമേരിക്ക കൊണ്ടുപോയിട്ട് ഈ കാർപ്പറ്റ് ബോംബിട്ടിട്ട് ആയിരക്കണക്കിന് മനുഷ്യര്, കുട്ടികളൊക്കെ മരിച്ചു. ആ സമയത്താണ് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒരു മലാലയെ കിട്ടിയത്. അവര് പറഞ്ഞു, ഇതാ ഒരു പ്രതീകം, ഈ കുട്ടികള് അവിടെ യാതന അനുഭവിക്കുന്ന കുട്ടികളുടെ പ്രതീകം എന്ന് പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് അതേ പ്രായത്തിലുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും ഇവരുടെ കാർപ്പറ്റ് ബോംബിങ് ഏറ്റ് മരിച്ചിട്ടുണ്ട്. അത് മൂടി വെക്കുന്നതിനുള്ള ഒരു സാധനമാണ്. ഇതിപ്പോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഇറാഖിലും ഒക്കെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലുന്ന ഒരു ഏർപ്പാടില്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരെ മുട്ടുകുത്തി നിർത്തിയിട്ട് തലക്കിട്ട് വെടിവെച്ച് കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൈ വെട്ടിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ ഇന്ത്യയിൽ നടന്നത്. യൂണിഫോമിനെതിരായിട്ടുള്ള ഒരു നീക്കമാണ്. യൂണിഫോം പാടില്ല എന്നുള്ളൊരു നീക്കമാണ്. അല്ലാതെ ഈ പൊതുസമൂഹത്തില് നമ്മൾ കണ്ടിട്ടില്ലേ, കണ്ണ് മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് എത്രയോ ആൾക്കാർ നടക്കുന്നു, ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ, ഒരു നിയമവും ചോദ്യം ചെയ്യുന്നില്ല. ഇന്ത്യയിലെ പൊതുസമൂഹത്തില് ഹിജാബല്ല ബുർക്ക എന്തിട്ടാലും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒരു തുല്യതയുടെ ചിത്രം, ഒരു ചിഹ്നമാണ്, അല്ലെ തുല്യതയുടെ ഒരു പ്രതീകമാണ് യൂണിഫോം എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന അവസരത്തില് അതിന് മതത്തിനും ജാതിക്കും അതിനെല്ലാം അതീതമായിട്ടുള്ളൊരു ചിന്തയുണ്ടാകും. ആ ചിന്ത എന്ന് പറയുന്നത് പലപ്പോഴും ഈ മത ഭീകരവാദികൾക്കോ മതമൗലികവാദികൾക്കോ ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് ഇന്ത്യയിലുണ്ടായത് ഹിജാബിനെതിരായിട്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. യൂണിഫോമിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെയാണ് അന്താരാഷ്ട്ര തലത്തില് ഈ വസ്ത്രം ധരിക്കുന്നതിന് ഇന്ത്യയിൽ ആരോ എതിർക്കുന്നു എന്ന് പറഞ്ഞത്. സ്കൂളുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായ വിധിയില് എന്താണ് ജഡ്ജി പറഞ്ഞത്? ഈ സ്കൂളുകൾ നടത്തുന്നതിനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ എനിക്ക് എങ്ങനെ തടയാൻ സാധിക്കും? അവിടെ ജാതിയും മതവും ഇല്ലാതെ ഭരണഘടന പറയുന്ന ഇക്വാലിറ്റി അത് നടപ്പിലാക്കുന്നതിനുള്ള അവകാശമുണ്ട്. അതാണ് യൂണിഫോം. അതിനെ എനിക്ക് എങ്ങനെ തടയാൻ സാധിക്കും? അത് തന്നെയാണ് കർണാടകത്തിലെ ഹൈക്കോടതിയും പറഞ്ഞത്.
അപ്പൊ യൂണിഫോമിനെതിരായിട്ടുള്ള ഇന്ത്യയിലെ ഒരു തെറ്റായിട്ടുള്ള മൂവ്മെന്റിനെ ഹിജാബ് ധരിക്കുന്നതിന് ഇന്ത്യയിൽ എതിർക്കുന്നു. ഇപ്പൊ കാരണം ഇത് കേരളത്തിലാണല്ലോ ആദ്യത്തെ വിഷയം ഉണ്ടായത്. അപ്പൊ കോടതി പറഞ്ഞു സമ്മതിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡന്റ് കേഡറ്റുകളുടെ കാര്യത്തിൽ വന്നു. അപ്പൊ സർക്കാർ പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ കർണാടകത്തിൽ വന്നപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഈ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള ചില സംഘടനകളും ഉണ്ട്. അതിനെല്ലാം ഈ ഐക്യരാഷ്ട്രസഭ പോലെയുള്ള അത് കൂടെ നിൽക്കുകയും ചെയ്യും. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ അകത്ത് ഇന്ത്യ ഇതിന്റെ അകത്തൊന്നും ഒരു ഭാഗവുമല്ല. ഈ ഭീകരവാദം കൊണ്ടുവന്നതിലോ അതിന്റെ അകത്തൊന്നും ഒരു ഇന്ത്യക്ക് ഒരു ഭാഗവുമില്ല. കാരണം ഇത് 70കളിലും 80കളിലും ഒക്കെ അമേരിക്ക ഇറാനിൽ പോയിട്ട് അവര് പ്രശ്നം ഉണ്ടാക്കി, അവിടെ ഷായെ സപ്പോർട്ട് ചെയ്തു. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജനവികാരം ഉയർന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് എല്ലാ പത്രങ്ങളും, ഇവിടുത്തെ പത്രങ്ങളും എല്ലാം പറഞ്ഞിരുന്നത് ഈ ഇറാനിലെ അവിടുത്തെ മത നേതാക്കന്മാരെല്ലാം ഭയങ്കര ഭീകരന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇന്ത്യയായിട്ട് ഏറ്റവും വളരെ സൗഹൃദമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അയാത്തുള്ള ഖുമൈനി എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ഭീകരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അവതരിപ്പിച്ചു. നമ്മളെല്ലാവരും വിശ്വസിച്ചു. അതുപോലെ തന്നെ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ റഷ്യ പോയിട്ട് അഫ്ഗാനിസ്ഥാനിൽ കയറിയത്. ആ അഫ്ഗാനിസ്ഥാനിലെ റഷ്യയെ ഓടിക്കുന്നതിന് വേണ്ടി മുജാഹിദിനെ ഉണ്ടാക്കി അമേരിക്ക, അൽ ഖ്വയ്ദയെ ഉണ്ടാക്കി, താലിബാനെ ഉണ്ടാക്കി. അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് IS ഉണ്ടായി. ഇതിന്റെ എല്ലാം ഫലമാണ് അമേരിക്ക അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക ഒരു അറ്റാക്കില്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിന്റെ ദൂഷ്യഫലം അനുഭവിക്കുന്നത് ഇന്ത്യയല്ലേ. ഇന്ത്യയിലെ ജനങ്ങള് അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടം ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ടേ ഇല്ല, ആരെയും പിന്തുണച്ചിട്ടുമില്ല. ഇവിടെ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ്. ഇപ്പോഴും എല്ലാവർക്കും എന്ത് വസ്ത്രം ധരിക്കുന്നതിനും അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ അത് മുതലെടുത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇത് അവതരിപ്പിക്കുകയും പാകിസ്ഥാൻ ഇത് അവതരിപ്പിക്കുകയും ഐക്യരാഷ്ട്രസഭ അത് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം ഇവിടെയും പ്രശ്നം ഉണ്ടാകണം. ഇവിടെ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകണം, ഇവിടെ ആയുധം വെക്കണം. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അത് തഴിച്ചു വളരണം ഈ ഐക്യരാഷ്ട്രസഭയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭീകര സംഘടന പോലെ തന്നെ അവർക്ക് തുല്യമായിട്ടുള്ള ഒരു പങ്കാണ് ഇവരൊക്കെ വഹിക്കുന്നത്. അത് നമ്മൾ ഇന്ത്യക്കാരെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇന്ത്യ ഒരിക്കലും അവരുടെ ആ രീതിയിലേക്ക്, ഇപ്പൊ ഉക്രൈൻ യുദ്ധത്തിന്റെ കാലത്തിലായാലും ആ സൈഡിലൂടെ ആ ചിന്തയിലൂടെ പോകാത്തത്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ ഇന്ത്യയിലേക്ക്, ഇപ്പൊ ഞാൻ പറയാം ഭീകരവാദം ലോകം മുഴുവനുണ്ട്, പക്ഷെ ഏറ്റവും കുറവ് ഇന്ത്യയിലല്ലേ. ഇന്ത്യയിലല്ലേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ. പക്ഷെ ഇന്തോനേഷ്യയിലെ ജനസംഖ്യയെ കടത്തി വെട്ടിയിട്ടുണ്ടായിരിക്കും എന്നാ പറഞ്ഞത്. 2021 നമ്മുടെ സെൻസസ് നടന്നില്ല. മുസ്ലിം സംഖ്യ ഉള്ളത് ഇന്ത്യയിലായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും കുറവ് ഭീകരവാദവും അതുപോലെ തന്നെ ഭീകര സ്വഭാവമുള്ള, തീവ്ര സ്വഭാവം ഏറ്റവും കുറവുള്ള മുസ്ലിംസ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. അത് ഈ സ്വഭാവം കൊണ്ടാണ് നമ്മൾ നിലനിർത്തുന്ന നമ്മുടേതായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഒരു സ്വഭാവമുണ്ട്, കൾച്ചറുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഇരയായിട്ട് ഈ അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ഈ വൻശക്തികളും അതുപോലെ തന്നെ ഭീകരവാദികളും ഒക്കെ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളുടെ ഒരു ഇരയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. അതിന്റെ ഒരു ചെറിയ അവസരം കിട്ടിയപ്പോൾ യൂണിഫോമിനെതിരായിട്ടുള്ള ഒരു സമരത്തെ ഇങ്ങനെ ഒരു വലിയ രീതിയിലേക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ മതങ്ങൾക്കും എതിരായിട്ടുള്ള ആ നീക്കത്തെ അല്ലെങ്കിൽ വിരോധത്തെ എതിർക്കണമെന്ന് ഇന്ത്യ പറയാൻ കാരണം അടിസ്ഥാനപരമായിട്ട് ഇതാണ്. ശ്രീ ജോർജ് കുര്യൻ, ഒരു കാര്യം കൂടി. പലപ്പോഴും ഇത്തരത്തിൽ ഈ രാജ്യത്ത് അന്തചിത്രം ഉണ്ടാക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ, നമുക്കറിയാം ഹിജാബ് വിവാദം, പലപ്പോഴും ആ ഒരു ആംഗിളിൽ, അതായത് രാജ്യത്തിൽ നിലനിൽക്കുന്ന ഒരു സമാധാനം തകർക്കുക അല്ലെങ്കിൽ രാജ്യത്തിന്റെ സൽപ്പേര് ദുഷിപ്പിക്കുക എന്നൊരു ആംഗിളിനേക്കാൾ അപ്പുറം ഇത് ഒരു തുല്യത, ആ തരത്തിലൊക്കെയല്ലേ പലപ്പോഴും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ആ ഒരു വിഷയത്തെ കാണുന്നത്? ആ രീതിയിലല്ലേ ഈ ഒരു ചർച്ച വഴിതിരിച്ചു വിടുന്നത്? എന്തുകൊണ്ടാണ് അതിൽ പിന്നിലിരിക്കുന്ന ഒരു ഹിഡൻ അജണ്ട പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾക്കും നമ്മുടെ പലർക്കും അത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത്? ശ്രീ ജോർജ് കുര്യൻ. അതല്ല, അതിപ്പം ജോർജി, ഈ ഷക്കീന TVക്ക് വലിയ മത്സരമൊന്നും ഉണ്ടാവില്ല. മറ്റ് ചാനലുകളെ സംബന്ധിച്ചിടത്തോളം കഴുത്തറപ്പൻ മത്സരമാണ് നടക്കുന്നത്. അവർക്ക് റേറ്റിംഗ് എങ്കിലും കൂട്ടണം. പലപ്പോഴും പല പത്രക്കാരും രഹസ്യമായിട്ട് പറയാറുണ്ട്, ശമ്പളം വേണോ, റേറ്റിംഗ് കൂട്ടണം. റേറ്റിംഗ് കൂട്ടണമെങ്കിൽ എന്താ എളുപ്പം? കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം BJP അല്ലെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം 20% ഉള്ളൂ.
അല്ലേ ആൾക്കാര്. മറ്റു രണ്ട് അവർ പറയുന്ന 40%, 45, 35 ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ 80% ഞങ്ങൾക്ക് വ്യൂവേഴ്സ് കിട്ടുന്നത്. സത്യമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പോകും, ഞങ്ങളുടെ റേറ്റിംഗ് കുറയും, ഞങ്ങളുടെ സർക്കുലേഷൻ കുറയും. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കേരള മാധ്യമങ്ങളുടെ ഒരവസ്ഥ. അഖിലേന്ത്യാ തലത്തിൽ ഹിന്ദി മാധ്യമങ്ങളൊന്നും അങ്ങനെയല്ല കേട്ടോ. അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ വെച്ചോണ്ടിരിക്കില്ല. ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ അങ്ങനെ ഉണ്ടായിരിക്കാം. അത് അവർക്ക് അന്താരാഷ്ട്ര ലിങ്കുമായിട്ടുള്ള അങ്ങനെ ഒരു മഹത്വം കിട്ടുന്നതിന് വേണ്ടിയാണ്, സത്യം പറയില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ഇവരുടെ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അവർ രഹസ്യമായിട്ട് പറയുന്ന അവസരത്തിൽ അവരത് സമ്മതിക്കാറുണ്ട്. നിങ്ങൾ വളരെ അതേസമയം ഞാൻ പറയാം, ഇപ്പൊ അഖിലേന്ത്യാ തലത്തിലെ ഒരു ചാനൽ ഇരുന്നുകൊണ്ട് ഒരാൾ അലറുകയും കൂവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം BJP വിരുദ്ധനായിരുന്നു. ഇപ്പൊ അദ്ദേഹം എന്താണെന്ന് നമുക്കറിയാം. നാളെ BJP അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം BJPക്കെതിരെ അലറുകയും കൂവുകയും ഒക്കെ ചെയ്യും. അത് ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ്. അതിനെയൊക്കെ വളരെ പുച്ഛത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. അതുകൊണ്ട് പത്രപ്രവർത്തനം എന്ന് പറയുന്ന അതല്ല. കാരണം ഞങ്ങളൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില് ഈ അടിയന്തരാവസ്ഥക്കെതിരെ പടപൊരുതുന്ന പത്രക്കാരെ ആരാധിച്ചിട്ടുള്ളവരാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ദീപിക പത്രത്തില് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുരുമുളക് എന്ന് പറയുന്ന ഒരു നോവല് പ്രസിദ്ധീകരിച്ചു. അപ്പൊ എനിക്കറിയില്ല, ഞാനെല്ലാം ഞായറാഴ്ച ഇത് വായിക്കും. ഒരു ദിവസം നോക്കിയപ്പോൾ ആ നോവല് വരുന്ന സപ്ലിമെന്റിന്റെ ആ ഭാഗം മുഴുവൻ ബ്ലാങ്ക് ആയിട്ടിട്ടിട്ട് നടുക്ക് എഴുതി വെച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ നോവല് പ്രസിദ്ധീകരിക്കാൻ സാധിക്കാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു അഭിമാനം തോന്നി. കാരണം ആ പത്രം അത്രയും ധൈര്യങ്ങളും കാണിച്ചില്ലേ. ആ ഭാഗം മുഴുവൻ ബ്ലാങ്ക് ആയിട്ടിട്ടിട്ട് അവിടെ ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. ആരുടെയെന്നറിയ, കുരുമുളക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദേശത്തിന്റെ കഥ എഴുതിയ SK പൊറ്റക്കാടിന്റെ നോവലാണ്. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടു വളർന്ന ഒരു ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇപ്പൊ BJP ഓരത്തിനിരുന്നോണ്ട് ഭയങ്കരമായിട്ട് പോയിട്ടുന്നു, അലർന്നു, കൂവുന്നു, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന അവസരത്തില് ഞങ്ങളുടെയൊക്കെ ഉള്ളിലും അത് ഇതിങ്ങനെയാണോ പത്രപ്രവർത്തനം എന്ന് തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പത്രപ്രവർത്തകര് അവരുടേതായിട്ടുള്ള ധർമ്മം ചെയ്യണം, അവരുടേതായിട്ടുള്ള ചങ്കൂറ്റം കാണിക്കണം. ഏത് ഭരണകൂടമാണെങ്കിലും അതിനെയാണ് ജനാധിപത്യവാദികൾ എന്നും ആദരിക്കുന്നത്. അങ്ങനെയാണ്. അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് താൽക്കാലികമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി സാമ്പത്തിക അല്ലെങ്കിൽ പരസ്യം കിട്ടുന്നതിന് വേണ്ടി ഗൾഫിൽ നിന്നുള്ള പരസ്യം കിട്ടിയല്ല എന്നൊക്കെ നേരെ അങ്ങ് പറഞ്ഞേക്കാണ്. അപ്പൊ അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതൊക്കെ വളരെ നിലവാരം കുറഞ്ഞ പത്രപ്രവർത്തനമാണെന്ന് എനിക്ക് പറയാം. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, നേരത്തെ ശ്രീ അനിൽകുമാർ അയ്യപ്പൻ ചൂണ്ടിക്കാണിച്ച ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുത, പലപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ താലിബാനിലേക്കും IS-ലേക്കും സിറിയയിലും ഒക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പോകുന്നത് വളരെ മികച്ച വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. ഏറ്റവും ഒടുവിൽ നാം പത്രങ്ങളിലൂടെ വായിച്ചു, നജീബ് എന്ന ആ ഒരു M.Tech വിദ്യാർത്ഥി ചാവേറായി പൊട്ടിത്തെറിച്ചു. അതോടൊപ്പം കാസർഗോഡ് നിന്നൊക്കെ IS പ്രവർത്തനങ്ങൾക്കായി പോയത് ഡോക്ടർമാരുണ്ട്, അതിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇത്തരത്തിൽ വളരെ വിദ്യാഭ്യാസം കിട്ടിയവർ പോലും ഇത്തരത്തിൽ ഒരു തീവ്രവാദ ചിന്തയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ആകർഷിക്കപ്പെടുന്നു എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുതയല്ലേ? അതോടൊപ്പം തന്നെ ഈ നജീബ് പോലെയുള്ളവർക്ക് ഈ IS-ലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടി. ഈ അവസരം കിട്ടാതെ ഇനിയും ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി ഒരു സ്ലീപ്പർ സെൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അതുപോലെയുള്ള അനേകർ കേരളത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ ശ്രീ ജയശങ്കർ? അല്ല, ഇവിടെ ഈ ചോദ്യം തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കളും യുവതികളും അല്ലെങ്കിൽ വിദ്യാസമ്പന്നമായ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കും. പക്ഷേ അങ്ങനെ അല്ലാത്ത വെറും സാധാരണക്കാരായ ആളുകൾ, അവർക്ക് മതബോധമുള്ളവരാണ്, മതം അനുഷ്ഠിക്കുന്നവരാണ്, മതത്തിൽ വിശ്വസിക്കുന്നവർ, ആത്മാർത്ഥമായിട്ടും തീവ്രമായിട്ടും വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അവർ തീവ്രവാദത്തിലേക്ക് വഴിതെറ്റി പോവുകയില്ല. കാരണം അവർ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവർ, ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവർ. എന്റെ വീട് ആലുവയിലാണ്. ഏതാണ്ട് 50% കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള പഞ്ചായത്ത് ഉണ്ട്. അവിടെ ഒക്കെ മനുഷ്യർ സാധാരണ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. വർഗീയ ചിന്തയൊക്കെ വളരെ കുറവാണ്. ഇനിയിപ്പോ സമുദായ ചിന്ത ഉണ്ടാവും. അതിനപ്പുറത്ത് മറ്റു സമുദായത്തിൽപ്പെട്ടവരെ ബോംബ് വെച്ച് തകർത്ത് കളയാമെന്നും അല്ലെങ്കിൽ അവരെ കൂട്ടക്കുരുതി നടത്തി ഇവിടെ ഒരു ദാറുൽ ഇസ്ലാം സ്ഥാപിച്ചു കളയാമെന്നൊന്നും വിചാരിക്കുന്നവരില്ല. അങ്ങനൊന്നും വിചാരിച്ചാൽ പറ്റുകയില്ലെന്ന് അവർക്കറിയാം. നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവരും സ്നേഹിച്ച് സഹകരിച്ച് സൗഹാർദ്ദത്തോടി സാഹോദര്യത്തോടി മുന്നോട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്നവരാണ്. നേരെ മറിച്ച്
ഈ അഭ്യസ്തവിദ്യരായ ചില ചെറുപ്പക്കാർ ആലുവയിൽ വളരെ കുറവാണ്. വിദ്യാഭ്യാസമുള്ളൊരു ധാരാളമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ സാക്ഷരത അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഏറ്റവും അധികമുള്ള ഒരു പ്രദേശമാണ് ആലുവ. പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ ഇങ്ങനെ വിദ്യാസമ്പന്നരായ ആളുകൾ, പ്രത്യേകിച്ച് രണ്ടാം തലമുറയിൽ പെട്ടവർ, മൂന്നാം തലമുറയിൽ പെട്ടവർ, അവരുടെ സാധാരണഗതിയിൽ നമ്മുടെ ഒരു സ്വാഭാവിക ചിന്ത അനുസരിച്ച് ഒരിക്കലും തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ പാടില്ലാത്തവരാണ്. അവർ വിദ്യാസമ്പന്നരാണ്, പ്രബുദ്ധരാകണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകൾക്ക് അതീതരാകേണ്ടവരാണ്. മറ്റേതെങ്കിലും സമൂഹത്തിലും സമുദായത്തിലും ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതുപോലെയുള്ള ആപൽക്കരമായ ആശയങ്ങളാൽ ആകർഷിക്കപ്പെടുകയും അതിൽ മുൻപിൻ നോക്കാതെ ഇതിലേക്ക് പോവുകയും ചെയ്തു. ഒരു ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു ചർച്ചയിൽ ശ്രീ അഷ്റഫ് കടക്കൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നവർ ആരാണ്? ആകർഷിക്കപ്പെടുന്നവർ വിദ്യാസമ്പന്നരായ മാതാപിതാക്കളുടെ മക്കളായ ആളുകളാണ്. അവരാരും തന്നെ ഒരു ഫണ്ടമെന്റലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരല്ല. അവരുടെ മാതാപിതാക്കൾ തീവ്ര മതചിന്ത പുലർത്തുന്നവരല്ല. അവരുടെ പിതാമഹന്മാർ പോലും അങ്ങനെയുള്ളവരല്ല. വിദ്യാസമ്പന്നമായ കുലീന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ. ഒരു കാരണവശാലും ഇതിലേക്ക് പോകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇങ്ങനെയുള്ള അത്യാപൽക്കരമായിട്ടുള്ള സിദ്ധാന്തങ്ങളാൽ ആകർഷിക്കപ്പെടുകയും തീരെ അപ്രായോഗികമായ രീതിയിൽ ഇതുപോലെ സാഹചര്യങ്ങളിലേക്ക് എടുത്തു ചാടുക, അവസാനം ജീവൻ അല്ലെങ്കിൽ കുടുംബം മൊത്തം സംവിധാനത്തെ അപകടത്തിലാക്കി. ഒരു ചെറുപ്പക്കാരൻ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. അവരുടെ സമാധാന പ്രേമികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് മാതാപിതാക്കൾക്കൊന്നും കിടന്നു കൊടുക്കാൻ പറ്റുകയില്ല. ഇപ്പൊ സമീപകാലത്ത് കണ്ണൂരിൽ നിന്ന് 2 യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത്, NIA അറസ്റ്റ് ചെയ്ത് ശ്രദ്ധിച്ചു. ഇവർ വളരെ വിദ്യാസമ്പന്നമായ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. ഇവർ തന്നെയും ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. അവരുടെ മാതാപിതാക്കൾ പോപ്പുലർ ഫ്രണ്ടുകാരല്ല, മുസ്ലിം ലീഗുകാർ പോലുമല്ല, നേരെ മറിച്ച് ദേശീയ പശ്ചാത്തലമുള്ള കോൺഗ്രസ്സുകാരാണ്. കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന്, കോൺഗ്രസ് കുടുംബം എന്ന് വെച്ചാൽ നമുക്കറിയാം, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഒക്കെ കാലത്ത് തൊട്ടേ കോൺഗ്രസ് ആയ ആളുകളാണ്. അല്ലാതെ സമീപകാലത്ത് കാതറിട്ട് കോൺഗ്രസ് ആയവർ, മലബാറിൽ പ്രത്യേകിച്ചു. അങ്ങനെ വലിയ ദേശീയ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വളരെ വിദ്യാസമ്പന്നമായ മാതാപിതാക്കളുടെ മക്കൾ, അവർ തന്നെയും ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, യുവതികൾ ആണെന്ന് ആലോചിക്കണം, പുരുഷന്മാർ പോലും. എന്നിട്ട് ഈ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഒരാൾ വിവാഹമോചിതയാണ്, മറ്റൊരാൾ അവിവാഹിതയാണ്. ഈ 2 ചെറുപ്പക്കാർ അടുത്ത ബന്ധുക്കളാണ്. ഇവർ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിക്കും. സാധാരണ ഇല്ലാതെ സംഭവിക്കാൻ പാടില്ല. പക്ഷെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ളവരാണ് ആകർഷിക്കപ്പെടുന്നത്. സാധാരണക്കാർ പോകുന്നവർ, പോപ്പുലർ ഫ്രണ്ടിലൊക്കെ ചേർന്ന് ഗുണ്ടായുസിൽ പോകുന്നവരുണ്ടാവും. ഞാൻ അവരെയല്ല ഉദ്ദേശിച്ചത്. തീവ്രവാദം എന്നത് വേറൊരു സാധനം. അതിലേക്ക്, പ്രത്യേകിച്ച് ആഗോള തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ളവരാണ്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള ഉൽപ്പതിഷ്ണുക്കളായ ആളുകൾ, അല്ലെങ്കിൽ സമുദായത്തിന്റെ ഉത്കർഷത്തിൽ താല്പര്യമുള്ള ആളുകൾ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കണം. എന്തുകൊണ്ട് ഇവരിങ്ങനെ ആയിപ്പോകും? നമ്മള് ഒസാമ ബിൻ ലാഡന്റെ കാര്യം പറയുന്നത്, ഒസാമ ബിൻ ലാഡന് ത്വറ ബോറയിൽ പോയി യുദ്ധം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ എത്രയോ തലമുറകൾക്കും യാതൊരു ജോലിയും ചെയ്യാതെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള സൗകര്യവും സംവിധാനവും ഉണ്ടാകും. എന്നിട്ട് പോയി. അതെന്തുകൊണ്ട് പോയി? അത് പഠിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. അതിന് മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ, സാമൂഹ്യ ശാസ്ത്രപരമായ കാര്യങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ രാഷ്ട്രീയം, ഇതൊക്കെ ഗഹനമായ രീതിയിൽ പഠിക്കപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം തെറ്റാണ്. ഇങ്ങനെയുള്ളവരാണ് പോകുന്നത്, സാധാരണക്കാർ പോകുന്നില്ല. കാരണം അവർക്ക് അവരുടെ കുടുംബത്തെ കാര്യം നോക്കണമല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കും, വീട്ടിൽ പോലീസുകാരെ അന്വേഷിച്ചു വരില്ലേ തീവ്രവാദത്തിന് പോയി കഴിഞ്ഞു? അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഈ തീവ്രവാദത്തിന് പോകുന്ന ആൾക്കാരുടെ കുടുംബാംഗങ്ങളൊന്നും അങ്ങനെ ചെയ്തവരായിരിക്കില്ല. അവരുടെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചു വരും. പല ചോദ്യങ്ങൾക്കും, സുഖകരമല്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ട് വരും. പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോകുന്നത് ഈ മദ്യത്തിന്, മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുന്ന പോലെ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം ഇതുപോലുള്ള തീവ്ര ചിന്തകൾക്ക് അടിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, ശ്രീ ജയശങ്കർ ചോദിച്ച ചോദ്യം തന്നെ അങ്ങയോട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ യുവജനങ്ങൾ ഇത്ര ആളെ കൊല്ലാനുള്ള ഒരു വെമ്പലോടെ ഇത്തരത്തിലൊരു റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത്? ഈ തീവ്രവാദ ചിന്തകളിലേക്ക് ഇത്തരത്തിൽ വിദ്യാഭ്യാസം, പല ജീവിതത്തിന്റെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരുണ്ട്, വിദ്യാഭ്യാസം ലഭിച്ചവരുണ്ട്. അവരൊക്കെ ഇത്തരത്തിലൊരു വളരെ ക്രൂരമായ രീതിയിൽ റാഡിക്കലൈസ് ചെയ്യപ്പെടാനുള്ള ഒരു കാരണം എന്താണ് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ? ജയശങ്കർ സാർ പറഞ്ഞതിനോട് ഞാൻ സ്നേഹപൂർവ്വം വിയോജിക്കട്ടെ. ഇതിനകത്ത് ഈ ഹിജ്റ പോയ ആളുകൾ എല്ലാവരും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരൊന്നല്ല. അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ അതല്ലാത്തവരുമുണ്ട്. ഇപ്പൊ ഗൾഫിലേക്കൊക്കെ ജോലിക്ക് വേണ്ടി പോയിട്ട് സാധാരണക്കാരായ ആളുകൾ, നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ മുസ്ലിം ചെറുപ്പക്കാർ ഗൾഫിലേക്ക് ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന്
സിറിയയിലേക്കും പിന്നെ അഫ്ഗാനിസ്ഥാനിലേക്കും മറ്റുമൊക്കെ പോയിട്ടുണ്ട് സാധാരണക്കാരായ ആളുകൾ. പിന്നെ ഇപ്പോ ഈ നേരത്തെ സാർ തന്നെ പറഞ്ഞല്ലോ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 3 പേര് ഈരാറ്റുപേട്ടയിലത്തെ, അവര് വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നും അല്ല, അങ്ങനെയുള്ളവരൊന്നും അല്ല. എല്ലാ ടീമിൽപ്പെട്ടവരും ഉണ്ട്, വിദ്യാഭ്യാസം ഉള്ളവരല്ല, ഇല്ലാത്തവരൊക്കെ ഉണ്ട്. ഇത് പിന്നെ കേരളത്തില് സമാധാനമായിട്ട് ഇപ്പൊ ജീവിക്കുന്നു എന്ന് പറയുന്നത് ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്നാണ് സാർ വിചാരിക്കുന്നത്? മുഹമ്മദ് അദ്ദേഹം മക്കയിലായിരുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ്. ആ സമയത്ത് ഇറങ്ങിയ ആയത്തുകൾ ഖുർആന്റെ അകത്ത് കാണുന്നതെല്ലാം സമാധാനത്തിന്റെ ആയത്തുകളാണ്. അവിടെ പറയുന്നത് നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ അതിനകത്തുള്ളത്. എന്നാൽ അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ മദീനയിലേക്ക് വരികയാണ്. മദീനയിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോ ആളുകൾ കൂടിക്കഴിഞ്ഞതിന് ശേഷം ചുറ്റുപാടുള്ള ഗോത്രങ്ങളെയൊക്കെ കൊള്ളയടിക്കുകയും ഗ്രാമങ്ങളെ കൊള്ളയടിക്കുകയും അവരെ ഇസ്ലാം ആവാൻ തയ്യാറല്ലാത്തവരെ ആണുങ്ങളെ കൊന്ന് പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ അടിമകളാക്കി പിടിച്ച് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും ആ വിറ്റ് കിട്ടിയ കാശിന് യുദ്ധായുധങ്ങൾ വാങ്ങുകയും ആ ആയുധങ്ങൾ വെച്ച് അടുത്ത ഗ്രാമക്കാരെ കൊള്ളയടിക്കാൻ പോവുകയും ഇങ്ങനെയൊക്കെ അങ്ങ് ഇതായി. അങ്ങനെ ഈ ജീവൻ പോകുന്ന പേടിച്ച് പലരും മുസ്ലിങ്ങളായി മുഹമ്മദിന്റെ കൂടെ ഒക്കെ കൂടി കഴിഞ്ഞപ്പോ കുറച്ച് ആളുകളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മാറി. അതുവരേക്കും നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞിരുന്ന ഇത് ഖുർആന്റെ അകത്ത് തന്നെ മാറ്റം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ പ്രതിരോധിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, പ്രതിരോധിച്ചു കൊള്ളുക എന്ന് പറയുന്നത്. അതുവരേക്കും ക്ഷമിക്കുക എന്ന് പറഞ്ഞത് ഉപദേശം മാറുകയാണ്, പ്രതിരോധിക്കുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇസ്ലാം വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ പറയാണ് കേവലം പ്രതിരോധിക്കലല്ല, അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചടിച്ചോ എന്നുള്ളതാണ് പിന്നത്തെ ആയത്ത്. അത് കഴിഞ്ഞ് പിന്നെയും ഇതായി മക്കയൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ താണ്ടേ വരുന്നു സൂറ 9:5 വാളിന്റെ ആയത്ത് എന്ന് പറയുന്നത്. അങ്ങോട്ട് കയറി ആക്രമിക്കാൻ പറയുന്നത്. അവിശ്വാസികൾക്കെതിരെ നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക, അവർക്കെതിരെ നിങ്ങൾ പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുക, അവരുടെ കഴുത്തുകൾക്ക് മീതെ വെട്ടുക എന്നൊക്കെ പറയുന്ന ആയത്ത് പിന്നെ വരുന്നത്. അപ്പൊ ഇത് ഈ വ്യത്യാസം, ഉപദേശത്തിലെ ഈ വ്യത്യാസം ജനസംഖ്യാ വർദ്ധന അനുസരിച്ചാണ്, മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുന്ന അനുസരിച്ചിട്ടാണ് ഉപദേശം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട, ഇവിടെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കട്ടെ, മദ്രസയെ പഠിപ്പിക്കുന്നത് മാറും. ഇപ്പൊ പഠിപ്പിക്കുന്നതല്ല. ഇപ്പൊ കഴിഞ്ഞ തലമുറയിലുള്ള പിതാക്കന്മാര് മുസ്ലിം വാപ്പമാരൊക്കെ മക്കളോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എടാ ഇതൊന്നും അല്ല യഥാർത്ഥ ഇസ്ലാം, ഞങ്ങൾ പഠിച്ച ഇസ്ലാം ഇതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പിള്ളേര് വാപ്പനോട് പറയാണ് വാപ്പിക്ക് അറിയാഞ്ഞിട്ടാണ് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് വാപ്പിക്ക് അറിയില്ല. കാരണം അവര് ജനസംഖ്യ കൂടിക്കഴിഞ്ഞപ്പോ പഠിപ്പിക്കുന്നതിൽ മാറ്റം വന്നു. ഇനി കൂടട്ടെ, കൂടുന്നതനുസരിച്ച് ഈ പഠിപ്പിക്കലിൽ മാറ്റം വരും. അന്നേരം ഇപ്പൊ നമ്മൾ ഈ സമാധാനം പറയുന്ന സംഗതി എല്ലാം മാറുന്നു, അപ്പൊ കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ അവസ്ഥ നോക്കണ്ട, പ്രമാണം എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. പ്രമാണം വളരെ വ്യക്തമായിട്ട് പറയുന്നത് അവരുടെ ഫൈനലായിട്ട് വരുന്ന സമയത്ത് അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുന്ന അവസാനത്തെ അധ്യായം എന്ന് പറയുന്നത് ഈ ഖുർആന്റെ അവസാനത്തെ അധ്യായമല്ല, ക്രോണോളജിക്കൽ ഓർഡറിലെ അവസാനത്തെ അധ്യായങ്ങൾ, അത് 9ാമത്തെ അധ്യായമൊക്കെ അവസാനത്തിലേക്കാണ് വരുന്നത്. അവിടേക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിശ്വാസികളെ കൊല്ലാനായിട്ട് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് സാറ് പറഞ്ഞല്ലോ. ഇത് പഠിക്കാന്ന് പറഞ്ഞാൽ ഈ പുസ്തകമാണ് ഇതിന് കാരണമായിട്ട് നിൽക്കുന്നത്. പുസ്തകത്തിനകത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങനെ എഴുതി വെച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ ഇത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ദോഷമാണ് ഞങ്ങൾക്കും ദോഷമാണ് എന്ന് അവരോട് പറയാനേ പറ്റുള്ളൂ. അതൊന്നും ചെയ്യാനില്ല. പുസ്തകത്തിനകത്ത് അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് മാറ്റാതെ രക്ഷയില്ല. പക്ഷെ അത് മാറ്റാനും പറ്റില്ല. അത് ലോകാവസാനത്തോളം അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഒരു നിവൃത്തിയില്ല. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, ഒരു കാര്യം കൂടി, പലപ്പോഴും ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു സ്ട്രാറ്റജിയാണ് ഭയപ്പെടുത്തുക എന്നുള്ളത്. നേരത്തെ ഈ ചർച്ചയിലെ ആദ്യഘട്ടത്തിൽ നാം സൂചിപ്പിച്ചു, ജോസഫ് മാഷിന്റെ ആ ഒരു കൈവെട്ടിയതോടുകൂടി ഒരു ഭയം, ഈ തീവ്രവാദികളോടുള്ള ഒരു ഭയം കേരള സമൂഹത്തിൽ സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഭയപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കുന്നവരെ ഭയപ്പെടുത്തുക, ആ ഒരു സ്ട്രാറ്റജിയോടുള്ള ഒരു മനോഭാവം, പൊതുസമൂഹത്തിന്റെ ഒരു മനോഭാവം എന്തായിരിക്കും ശ്രീ അനിൽകുമാർ അയ്യപ്പൻ? അത് അന്നു മുതലേ ഉള്ളതാണ്. ഈ ഭയപ്പെടുത്തി മറ്റുള്ളവരെ ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിനെ നിശബ്ദരാക്കുക എന്നുള്ളത്, ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്നുള്ളത് അത് എപ്പോഴും ഉള്ളതാണ്. ഇപ്പൊ കുറച്ചാൾ മുമ്പ് വരെ ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ മുൻഗാമികൾ അവർ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇത് വരുമ്പോ സ്വാതന്ത്ര്യദിനം വരുമ്പോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കിനൊക്കെ വരുന്ന സമയത്ത് അവരുടെ യൂണിഫോം ഇട്ട് പരേഡ് നടത്തുമായിരുന്നു. എന്തിനാണത്? കാണുന്ന മറ്റുള്ളവർ ഭയപ്പെടണം, അവിശ്വാസി അമുസ്ലിങ്ങളായ ആളുകൾ ഭയപ്പെടണം. ഇവരിവിടെ സ്ട്രെങ്ത് ആയിട്ട് വന്നിരിക്കുകയാണ്, നമ്മൾ അവരെ ഭയപ്പെടേണ്ടതുണ്ടെന്ന്. ആ ഒരു ഭയം ഉണ്ടാക്കാനാണത്. അല്ലെങ്കിൽ ഇവിടെ പോലീസും നമുക്ക് പട്ടാളമൊക്കെ ഉള്ളപ്പോ ഇവരെന്തിനാ ഇവരുടെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് അവിടെ മാർച്ച് നടത്തുന്നു, റൂട്ട് മാർച്ച് നടത്തേണ്ട ആവശ്യം? അപ്പൊ ഇത് ഒരു തന്ത്രമാണ്, ഈ ജിഹാദികളുടെ പണ്ട് മുതലേ ഉള്ള തന്ത്രമാണ്. ആ തന്ത്രത്തിൽ മറ്റുള്ളവർ വീഴുന്നത് കൊണ്ടാണ്. ഇപ്പൊ യൂറോപ്പിലൊക്കെ എടുക്കുന്ന വേറെ തന്ത്രമാണ്. അവിടെ പറഞ്ഞത് റേസിസ്റ്റ് എന്നുള്ള ആരോപണമാണ് അവിടെ എടുക്കുന്നത്. അതായത് ഇസ്ലാമിനെ ഒരു റേസാക്കി മാറ്റാണ് അവതരിപ്പിക്കുന്നത്. ഇസ്ലാം ഒരു റേസാണ്. അപ്പൊ ഇസ്ലാമിനെതിരെ ഉണ്ടാകുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് റേസിസത്തിന്റെ അനന്തരഫലമാണെന്ന് പറയുന്നത്.
യൂറോപ്യന്മാർക്ക് ഏറ്റവും പേടിയുള്ള ഒരു വാക്കാണ് അത്. ഈ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ റേസിസ്റ്റ് എന്നൊക്കെ പറയുന്നവർക്ക് വലിയ പ്രശ്നമാണ്. അപ്പൊ അതിനെ സമർത്ഥമായിട്ട് മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഓരോയിടത്തും എന്താണ് ഉപയോഗിക്കേണ്ടത് ആ തന്ത്രം ഉപയോഗിച്ച് അവിടെയുള്ള ആളുകളിൽ പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള ഭയങ്ങൾ ഉളവാക്കി അതിൽ നിന്നും മുതലെടുപ്പ് നടത്താനാണ് ജിഹാദികൾ ശ്രമിക്കുന്നത്. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇതിനോട് ഇതാണ് ഒരു എതിർമനോഭാവം തന്നെയാണ്, അതിൽ ഇല്ലാന്ന് പറയുന്നില്ല. കുറച്ചുപേരാണ്, കാരണം സകല മനുഷ്യരുടെ അടിസ്ഥാനപരമായിട്ട് സമാധാനത്തിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, ആഗ്രഹത്തിൽ പോകുന്നവരാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം പേര് അതിനെതിരാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ കുറച്ചു പേരെന്ന് പറഞ്ഞത് ആരാണെന്ന് നമുക്കറിയില്ല. അവര് മാത്രമല്ല, അവർക്ക് ഈ ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കാനും പറ്റും. കാരണം അവരുടെ കയ്യിൽ പുസ്തകമുണ്ട്, പുസ്തകം പറയുന്നതനുസരിച്ചാണ് അവര് ജീവിക്കുന്നത്. അതാണ് അഫ്ഗാനിസ്ഥാനിലൊക്കെ കണ്ടത്. ഏതാണ്ട് ഒരു 15-20% ഉള്ളൂ ശരിക്കും താലിബാനികൾ. ഈ 20% വരുന്ന ടീമാണ് ബാക്കിയുള്ള 80% അവിടെ നിയന്ത്രിക്കുന്നത്. കാരണം പുസ്തകം അവരുടെ കയ്യിലാണ്, അവർ പുസ്തകം പറയുന്നതനുസരിച്ച് നടക്കുന്നത്. അപ്പൊ ആ മതത്തിന്റെ ആളുകളാണെങ്കിൽ ആ പുസ്തകം പറയുന്നത് അനുസരിച്ചോളണം. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും. ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശ്രീ ജോർജ് കുര്യൻ, അങ്ങ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ്. ഈ ഇസ്ലാമിക തീവ്രവാദികൾ രാജ്യത്തുയർത്തുന്ന വെല്ലുവിളികൾ, ഈ തീവ്രവാദം അല്ലെങ്കിൽ ഈ ബോംബ് സ്ഫോടനം മാത്രമല്ല, നമുക്കറിയാം ലവ് ജിഹാദ്, സാമ്പത്തിക മേഖലയിൽ അവരുയർത്തുന്ന വെല്ലുവിളികൾ, ഹലാൽ പോലുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇതിനെ ഒരു കൗണ്ടർ ചെയ്യാൻ ഒരു കൃത്യമായ ഒരു സ്ട്രാറ്റജി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടോ? അത് കൃത്യമായി ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അവബോധരാണോ? അല്ല, എനിക്ക് പറയാനുള്ളത് ഈ ഭീകരത അത് ഭയപ്പെടേണ്ടത് മുസ്ലിംസ് മാത്രമാണ്. ഈ ഭീകരവാദം കൊണ്ട് അതൊരു ഇസ്ലാമിന്റെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. ഈ കമ്മ്യൂണിസ്റ്റ് എന്റെ ഒരു വിശ്വാസമാണ്, ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിന്റെ തകർച്ച തുടങ്ങിയത് നക്സൽ പ്രസ്ഥാനം തുടങ്ങിയപ്പോഴാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉണ്ടായിരുന്നവർക്കെല്ലാം അതാണോ ശരി ഇതാണോ ശരി എന്നൊരു തോന്നല് ഉണ്ടായി. അവിടെ നിന്നാണ് ഈ കമ്മ്യൂണിസം ഇന്ത്യയിൽ തകരാൻ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ലോകം മുഴുവൻ ഈ ഭീകരവാദം, ഈ ഇസ്ലാമിക് ഭീകരവാദം അത് ഇസ്ലാമിനെ തകർക്കും. അത് വേറെ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്കൊക്കെ ഭയം തോന്നുമെങ്കിലും ആത്യന്തികമായിട്ട് അതിനെ തകർക്കുന്നത് അത് ഇസ്ലാമിനെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പറയുന്നത് പോലെയുള്ള ആ വളർച്ച, ഇപ്പൊ IS-ന്റെ തകർച്ച അല്ലെങ്കിൽ സിറിയയിലെ മാറ്റങ്ങളൊക്കെ വന്നതോടുകൂടി ഇവരുടെ ആ കുതിച്ചുകയറ്റം, ഭീകരവാദികളുടെ കുതിച്ചുകയറ്റം ഇപ്പൊ കുറഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമിക രാജ്യങ്ങളും അത് മനസ്സിലാക്കിയിരിക്കുകയാണ്. പിന്നെ ഇന്ത്യയിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായിട്ടുള്ള നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള ശക്തമായിട്ടുള്ള നടപടികളാണ് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് നിയമമാണ് നോക്കുന്നത്, അതുപോലെ തന്നെ ദേശീയതയാണ് നോക്കുന്നത്, രാജ്യത്തിന്റെ ഐക്യമാണ് നോക്കുന്നത്, അല്ലാതെ വേറൊന്നും നോക്കുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികളാണ് BJP സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതേ രീതിയിൽ തന്നെ ഇപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ ലവ് ജിഹാദിന്റെ കാര്യത്തിലായാലും പല സംസ്ഥാനങ്ങളും നിയമം ഉണ്ടാക്കി കഴിഞ്ഞു. 5-6 സംസ്ഥാനങ്ങൾ നിയമം ഉണ്ടാക്കി കഴിഞ്ഞു. അത് സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ചെയ്യാം. അതിന്റെ പിന്നെ ജുഡീഷ്യൽ റിവ്യൂ വരുള്ളൂ. അതുപോലെ തന്നെ ഭീകരവാദത്തിന്റെ ഈ ഹിജാബിന്റെ കാര്യം ഇപ്പൊ കണ്ടല്ലോ, അതിന്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. അത് യൂണിഫോമിനെതിരായിട്ടുള്ള ഒരു സമരമായിട്ടാണ് BJP മനസ്സിലാക്കുന്നത്. അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല, സമൂഹം അംഗീകരിക്കുന്ന ഒരു കാര്യം. ശ്രീ ജോർജ് കുര്യൻ, ക്ഷമിക്കണം, സമയപരിമിതി മൂലം ഇടപെടുകയാണ്, ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമോ ഫോബിയക്കെതിരെ ഉള്ള അന്താരാഷ്ട്ര ദിനം പ്രഖ്യാപിക്കുവാനുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ ആ പ്രമേയം അവതരിപ്പിച്ച ഇസ്ലാമിക രാജ്യങ്ങളുടെ കപടത അല്ലെങ്കിൽ ഒരു പോയ്മുഖം തുറന്നു കാട്ടുന്നതായിരുന്നു ഇന്നത്തെ ഈ ഒരു ചർച്ച. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിം സമുദായവും പോരാടുക എന്ന വ്യക്തമായ സന്ദേശവും ഈ ചർച്ച നമുക്ക് നൽകി. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോർജ് കുര്യൻ, ശ്രീ ജയശങ്കർ, ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, 3 പേർക്കും പ്രത്യേകം നന്ദി.